നമസ്കാരം. മുന്നോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കോവിഡ് പ്രതിസന്ധി കാലത്തും കാർഷിക മേഖലയുടെ വലിയ വളർച്ചയാണ് നമ്മുടെ രാജ്യം കണ്ടത്. പല മേഖലകളും കിതച്ചപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോയി 3.4% വളർച്ച കാർഷിക മേഖല സ്വന്തമാക്കി വലിയ ജീവശ്വാസം തന്നെയാണ് നമ്മുടെ നാടിന് നൽകിയിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ഇതുവരെയുണ്ടായ പരിഷ്കാരങ്ങൾ തന്നെയാണ് ഈ മുന്നോട്ട് പോക്കിന് കരുത്ത് നൽകിയതും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയതും 2022ഓടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഒപ്പം വലിയൊരു കാർഷിക വിപ്ലവത്തിന്റെ നാളുകളാണ് രാജ്യത്തെ കാത്തിരിക്കുന്നതും. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ കേട്ടതിനു ശേഷം മുന്നോട്ട് ചർച്ചയിലേക്ക് പോകാം. സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ അടിസ്ഥാന ശിലയിലാണ് നമ്മുടെ കർഷകരും ഗ്രാമങ്ങളും. പരമ്പരാഗത രീതികൾ മാറ്റി കർഷകർ നൂതന കൃഷി സംരംഭങ്ങളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും വിൽക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ 2014 APMC ആക്ടിൽ നിന്നും പഴത്തെയും പച്ചക്കറിയെയും മാറ്റിയതിലൂടെ ഇന്നവർക്ക് എവിടെ വേണമെങ്കിലും കച്ചവടം ചെയ്യാൻ അനുമതിയുണ്ട്. പ്രതിവർഷം ലക്ഷക്കണക്കിന് രൂപ ഇടനിലക്കാരില്ലാതെ വരുമാനം നേടാൻ പഴം പച്ചക്കറി കർഷകർക്ക് കഴിയുന്നു. ഇവരെ കൂടാതെ ഇപ്പോൾ രാജ്യത്തെ മറ്റു കർഷകർക്കും ഈ ആനുകൂല്യം നൽകുന്ന സംവിധാനം നടപ്പിലായിരിക്കുന്നു. किसी को भी बेचने की ताकत है और ये ताकत ही उनकी इस प्रगति का आधार है. अब यही ताकत देश के दूसरे किसानों को भी मिली है. फल सब्जियों के लिए ही नहीं, अपने खेत में वो जो पैदा कर रहे हैं, धान, गेहूं, सरसों, गन्ना जो उगा रहे हैं, उसको अपनी इच्छा के अनुसार जहां ज्यादा दाम मिले वहीं पर बेचने की अब उनको आजादी मिल गई है. മഹാരാഷ്ട്രയിൽ പഴം പച്ചക്കറി എന്നിവയെ APMCയിൽ നിന്നും മാറ്റിയതിന്റെ ഗുണം നേരിട്ട് അനുഭവിക്കുകയാണ് അവിടുത്തെ കർഷകർ. ശ്രീ സ്വാമി സമർത്ഥ് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി ലിമിറ്റഡ് എന്ന കർഷക കൂട്ടായ്മ, തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി, ലക്നൌവിലെ ഇരാഡ ഫാർമർ പ്രൊഡ്യൂസ് എന്ന കർഷക കൂട്ടായ്മ, ഗുജറാത്തിലെ ഇസ്മീർ ഭായി എന്ന കർഷകൻ, മണിപ്പൂരിലെ വിജയ് ശാന്തി എന്നിവരുടെ വിജയകഥകൾ പ്രധാനമന്ത്രി പങ്കുവച്ചു. തീർച്ചയായും ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കർഷകരെ, അന്നദാതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്കായി ഒരു സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നാട്. വിശദമായി തന്നെ മുന്നോട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് ശ്രീ കമലാസനൻ കാര്യാട്ട്, സാമ്പത്തിക വിദഗ്ധൻ, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, ഡോക്ടർ A പ്രേമ, അഗ്രികൾച്ചറൽ ഇക്കണോമിസ്റ്റ്, തൃശൂർ സ്റ്റുഡിയോയിൽ, കോഴിക്കോട് സ്റ്റുഡിയോയിൽ ശ്രീ മെഹബൂബ്, FCI ഉപദേശക സമിതി അംഗം, ഒപ്പം ശ്രീമതി മീര നായർ, അഗ്രി ബിസിനസ് കൺസൾട്ടന്റ്. 4 അതിഥികൾക്കും മുന്നോട്ടിലേക്ക് സ്വാഗതം. ആദ്യം കമലാസനൻ സാർ ഇവിടെ പറഞ്ഞതുപോലെ അന്നം മുട്ടിയാൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ രാജ്യത്തെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായൊരു ദിശാബോധത്തോടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്, കാർഷിക ബില്ലിലൂടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അവിടെ ഈ ഒരു തുടക്കം മുതൽ കാർഷിക ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് കിട്ടുന്ന പ്രാധാന്യം, ആത്മനിർഭർ പാക്കേജിലൂടെ ധനമന്ത്രി പറഞ്ഞ കാര്യം, ഏറ്റവും ഒടുവിൽ പുതിയ കാർഷിക ബിൽ, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോവുക? ലക്ഷ്മി, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് 60% ജനങ്ങൾ കാർഷിക വൃത്തിയിൽ ഒന്നുകിലും നേരിട്ട് അല്ലെങ്കിൽ അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നവരാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കാർഷിക വൃത്തിയെ നമ്മളൊക്കെ ആദ്യമൊക്കെ കണ്ടിരുന്നത് പോലെ, മുൻകാലത്ത് കണ്ടിരുന്നത് പോലെ ഒരു ഉപജീവനത്തിൻ്റെ മാർഗം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാർഷിക വൃത്തിയെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഒരു സർക്കാർ ഉദ്യമം പോലെയോ അല്ലെങ്കിൽ മറ്റ് IT സെക്ടറിലെ ജോലി പോലെയോ വ്യവസായ മേഖലയിലെ ജോലി പോലെയോ ഒക്കെ അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഒരു ജോലിയായി, ഒരു തൊഴിലായി തന്നെ കണ്ടുകൊണ്ടാണ് കാർഷിക വൃത്തിയെ ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ച് അടുത്ത കാലത്തായി പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാർഷിക മേഖലയിൽ എടുക്കുന്ന എല്ലാ ചുവടുവയ്പ്പുകളും, അവിടെ നടത്തുന്ന എല്ലാ നീക്കങ്ങളും രാജ്യത്തെ മൊത്തത്തിൽ വലിയ ഒരളവ് വരെ, വലിയ അളവിൽ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ NDA ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യം, 2022ഓടുകൂടി
നമ്മുടെ രാജ്യത്തെ കർഷകരുടെ വരുമാനം നിലവിലുള്ളതിൻ്റെ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ അതിന് ഇരട്ടിയായി കാർഷിക മേഖലയിലെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായി അവിടെ വരുന്ന ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ആ അടിസ്ഥാനപരമായ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മനിർഭർ ഭാരത് എന്ന പരിപാടിയിലെ പ്രഖ്യാപനത്തിൽ, അത് കോവിഡ് കാലഘട്ടത്തിലാണ് അതിൻ്റെ ആദ്യ പ്രഖ്യാപനം വന്നത്. അത് മെയ് മാസം 15-ാം തീയതി കോവിഡ് വിരുദ്ധ പാക്കേജ്, മാന്ദ്യ വിരുദ്ധ പാക്കേജ് നമുക്കതിനെ വിളിക്കാം ഏകദേശമായിട്ട്, ആ പാക്കേജിൽ 3ാമത്തെ പ്രഖ്യാപനമായി കാർഷിക മേഖലയുടെ സമഗ്രമായ പരിഷ്കാരം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിലന്ന് 2 കാര്യങ്ങളാണ് നമ്മുടെ ആ പാക്കേജ് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ധനമന്ത്രി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒന്ന്, കാർഷിക മേഖലയിൽ സമഗ്രമായ മാറ്റം വരുമ്പോൾ കർഷകർക്ക് ഗവേണൻസ് ഇഷ്യൂസ് പരിഹരിക്കുന്ന ഒരു നിർണായകമായ കാര്യമാണ്. രാജ്യത്തെ നിയമ സംവിധാനത്തിൽ നിരവധി പഴുതുകളുള്ളതുകൊണ്ട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ച് അത് വിറ്റ് ന്യായമായ വില ലഭിക്കുന്നതിന് ഇപ്പോൾ നിരവധി തടസ്സങ്ങളുണ്ട്, അത് പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതിലൊന്ന് അടിസ്ഥാനപരമായി ചൂണ്ടിക്കാണിച്ചത് APMCയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. APMC നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടത് 1960-ലാണ്. ഈ APMCകൾ രൂപീകരിച്ചത് അന്നത്തെ ഒരു ലക്ഷ്യം കർഷകർക്ക് ന്യായമായ വിലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ദൂരസ്ഥലങ്ങളിലെത്തിച്ച് വിൽക്കുന്നതിനുള്ള അന്നത്തെ തടസ്സങ്ങളൊക്കെ പരിഗണിച്ച് ന്യായമായ വിലയ്ക്ക് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ അവരുടെ കൃഷിയിടത്തിന് തൊട്ട് സമീപത്ത് തന്നെ അവർക്ക് APMCകൾക്ക് അത് വിറ്റാൽ അവർക്ക് ന്യായമായ ഒരു വില ലഭിക്കും, കർഷകരെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാമെന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ കാലാന്തരത്തിൽ APMCകൾ ഒരു മധ്യവർത്തി വിഭാഗത്തിൻ്റെ ഇടനിലക്കാരുടെ രൂപത്തിലേക്ക് പരിണമിക്കുകയുണ്ടായത്. അപ്പോൾ ഈ APMCകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ പരിഷ്കരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റിൽ കാർഷിക ബില്ലുകൾ അവതരിപ്പിക്കാനും ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായത്. അതിനെ തുടർന്നാണ്. അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടത് പശ്ചാത്തല സൗകര്യങ്ങളുടെ അഭാവമാണ് കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സമായി കണ്ടെത്തിയത്. മറ്റൊന്ന്, കൊമേഴ്സ് പോലെയുള്ള വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ കർഷകർക്ക് മധ്യവർത്തികളില്ലാതെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമില്ല എന്ന് രാജ്യത്ത് ലഭ്യമല്ല, അത് ഉണ്ടായിട്ടില്ല, സംജാതമായിട്ടില്ല എന്നും വിലയിരുത്തലുണ്ടായി. അതുകൊണ്ടാണ് അന്ന് ധനമന്ത്രി പ്രഖ്യാപനത്തിൽ ഗവേണൻസ് ഇഷ്യൂസ് പൂർണ്ണമായി പരിഹരിക്കും കർഷകരുടെ താല്പര്യ സംരക്ഷണാർത്ഥം എന്ന് പ്രഖ്യാപിച്ചത്. അത് മാത്രമല്ല, അന്ന് നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി അന്ന് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം 1,00,000 കോടി രൂപയുടെ ഒരു സഞ്ചിതമായ നിധി, ഒരു പൂൾഡ് ഫണ്ടാണിത്. അങ്ങനെ ഒരു ക്യുമുലേറ്റഡ് ഫണ്ട് രൂപീകരിക്കും. അത് നമ്മുടെ കാർഷിക രംഗത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ടാണ് അത് ഉപയോഗിക്കുക എന്ന് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, അന്ന് എടുത്തു പറയത്തക്ക ഒരു പ്രഖ്യാപനം വന്നത് കർഷകർക്ക് അവരുടെ ഫാമിൽ നിന്ന്, അവരുടെ ഉൽപ്പാദന സ്ഥലത്ത് നിന്ന്, കൃഷിയിടത്തിൽ നിന്ന് കൂടുതൽ വില കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി വയ്ക്കുന്നതിനുള്ള ഒരു തടസ്സം അവരുടെ ഭീമമായ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവർക്ക് വഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വഹിക്കുന്നതിനുള്ള സംവിധാനവും കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതൊന്ന് ആരംഭിക്കും. അന്നത്തെ പ്രഖ്യാപനങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിൽ ഒട്ടും കാലവിളംബമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കുകയും കാർഷിക രംഗത്തെ സമൂലമായ പരിഷ്കാരങ്ങൾക്ക് ഇടയാക്കുന്ന 3 ബില്ലുകൾ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തു. ഒരുപക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയിൽ എടുക്കുന്ന ഏത് ചുവടുകളും ഏത് ചുവടുവയ്പ്പും നിർണായകമായ രാജ്യത്ത് സ്വാധീനം ചെലുത്തുന്ന നമ്മളെയൊക്കെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് അത് വ്യാപകമായി ഡിബേറ്റ് ചെയ്യപ്പെടണമെന്ന കാര്യത്തിൽ, ന്യൂനതകളുണ്ടെങ്കിൽ പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് ആകമാനം വലിയ ചർച്ചയായിട്ടുള്ള ഒന്നാണ്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തെ പ്രശ്നം, കാർഷിക മേഖലയിൽ ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഉണർവിനെ കാണാതെ ഈ വിഷയങ്ങളെ ഏകപക്ഷീയമായി ചർച്ച നടത്തുന്നതുകൊണ്ട് അർത്ഥമില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായും നമ്മൾ തൃശ്ശൂർ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ഡോക്ടർ എ പ്രേമ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗുണഫലങ്ങൾ ഒരു വശത്തുണ്ട്, അതോടൊപ്പം ചില ആശങ്കകളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അവിടെ ഗുണഫലങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടനിലക്കാരുമില്ലാതെ കർഷകന് നേരിട്ട് ഗുണം ലഭിക്കുന്നു, പശ്ചാത്തല സൗകര്യവും സാങ്കേതിക വിദ്യയും ഉണ്ടാകുന്നു. APMCകളുടെ ഉദ്ദേശശുദ്ധിയിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അവിടെ ഒരു പൊളിച്ചെഴുത്തുണ്ടായിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ കാണുന്നത്? അത് ഏതൊക്കെ രീതിയിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തും? ഡോക്ടർ എ പ്രേമ. ശ്രീമതി ലക്ഷ്മി, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് 3 ബില്ലുകളുടെ ഭേദഗതിയെക്കുറിച്ചാണ്. ഒന്ന് APMC ആക്ട് എന്ന് നമ്മൾ ഭേദഗതി നിയമം എന്ന് പറയുന്ന കാർഷിക വ്യാപാര വാണിജ്യ പ്രോത്സാഹന നിയമവും, അതിനുശേഷം കോൺട്രാക്ട് ഫാമിംഗ് എന്ന് വിളിപ്പേരിട്ടിട്ടുള്ള കർഷകർക്ക് വിലസ്ഥിരതയും കാർഷിക സേവന ഉറപ്പാക്കുന്ന നിയമവും, മൂന്നാമത് അവശ്യ സാധന ഭേദഗതി നിയമം. ഈ 3 നിയമങ്ങളും നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി ഒരുമിച്ച് കിട്ടുകയില്ല. അപ്പോൾ അത് ഓരോന്നായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ നമ്മൾ നോക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഈ കാർഷിക വിപണനത്തിൻ്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ, കാർഷിക വിപണനം ചരിത്രത്തിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ കഴിയുന്നത് 1886 കരഞ്ചിയ മാർക്കറ്റിൽ ഉള്ള ഇടപെടലുകളാണ്. ആ മാർക്കറ്റിൽ കേന്ദ്ര ഗവൺമെൻറ്, അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെടുകയും അന്ന് നമ്മുടെ പരുത്തി വ്യാപാരത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഇടപെടുകയും അങ്ങനെ നമ്മുടെ പരുത്തി കർഷകരെയും അതോടൊപ്പം തന്നെ കാർഷിക ഇടനിലക്കാരെ നിന്ന് കർഷകരെ സഹായിക്കുന്നതിനും അതോടൊപ്പം അവർക്ക് കൂടുതലായി ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതായത് നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു. അതിനുശേഷം 1938 ഒരു പ്രധാനപ്പെട്ട ഇടപെടലാണ് നമുക്ക് APMC ആക്ട് വന്നത്. അതിന് കഴിഞ്ഞ് വരുമ്പോൾ അവിടെയും നമ്മൾ കർഷകരുടെ ഭാഗത്താണ് കൂടുതൽ ചിന്തിച്ചിരുന്നത്. ഇടനിലക്കാരെ നമ്മൾ അവരുടെ ചൂഷണത്തിൽ നിന്നും ഒഴിവാക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആ പിടിയൊന്ന് കുറയ്ക്കണം. നമുക്കൊരിക്കലും ഈ ഇടനിലക്കാരെ മാറ്റാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ അതിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്തത് വരുന്നത്, നമ്മൾ സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. എന്നാൽ നമുക്കൊരു ഭക്ഷ്യ സ്വാതന്ത്ര്യം, സ്വയം പര്യാപ്തതയൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഹരിത വിപ്ലവത്തിന് ശേഷം മാത്രമാണ്. ഹരിത വിപ്ലവം 60-65കളിൽ ഇന്ത്യയുടെ ഉൽപ്പാദനം ഏകദേശം ഭക്ഷ്യ ഉൽപ്പാദനം ഈ 10 മെട്രിക് ടണ്ണൊക്കെ ഉണ്ടായിരുന്ന മില്യൺ ടൺ ഉണ്ടായിരുന്ന സമയത്ത് നിന്നും അത് പിന്നീട് നമുക്ക് 60-65 ഒക്കെ ആകുമ്പോഴേക്കും 20 മില്യൺ ടണ്ണും 75-76 സമയങ്ങളാകുമ്പോൾ നമുക്കത് 116 മില്യൺ ടൺ അല്ലെങ്കിൽ 120 മില്യൺ ടൺ വരെയൊക്കെ നമ്മൾ എത്തുകയാണ്. അപ്പോൾ നമ്മളൊരു ഭക്ഷ്യ കമ്മി സംസ്ഥാനത്തിൻ്റെ നിലയിൽ നിന്നും നമ്മളൊരു അധിക ഭക്ഷ്യമുള്ള ഒരു ഫുഡ് സർപ്ലസ് സ്റ്റേറ്റിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം ഈ ഒരു സമയങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ ഉൽപ്പാദന വർധനവ് മാത്രമല്ല, അതിനെ സഹായിക്കുന്ന രീതിയിൽ മറ്റു ചില ഇടപെടലുകൾ കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് കാണിക്കുന്നത് ശരിയല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ 65 കാർഷിക വില നിർണ്ണയ കമ്മീഷൻ, അഗ്രികൾച്ചർ പ്രൈസസ് കമ്മീഷൻ. ഈ അഗ്രികൾച്ചർ പ്രൈസസ് കമ്മീഷനാണ് നമുക്ക് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ്, അത് കർഷകർക്ക് ഏറ്റവും അടിസ്ഥാനമായ ഒരു തറവില വേണം എന്ന ഒരർത്ഥത്തിൽ വരികയും അതിനുവേണ്ടി നമ്മുടെ പ്രധാനപ്പെട്ട വിളകളെല്ലാം കൊണ്ടുവരികയും ചെയ്തത്. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് 65 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നത്. അതായത് നമ്മുടെ അധിക ഉൽപ്പാദനം ഭക്ഷ്യ കമ്മി സംസ്ഥാനങ്ങളിലേക്ക് എത്തണം. അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് നമ്മൾ അതിനുശേഷം ഇന്ത്യക്കുണ്ടായിട്ടുള്ള എല്ലാ കാർഷിക പുരോഗതിയും എന്ന് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ മറക്കാൻ കഴിയില്ല തന്നെ. അപ്പം ഇതിൽ ഈ അഗ്രികൾച്ചർ പ്രൈസസ് കമ്മീഷൻ വരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വിളകളിലേക്കാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് വന്നത്. ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ വിളകളുടെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ, അതിൻ്റെ ഉൽപ്പാദന ചെലവ്, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഒരു ശുപാർശയാണ്. അത് നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പം ഇങ്ങനെ പ്രധാനമായിട്ട് നമ്മൾ മണ്ടികളിലൊക്കെ തന്നെ പ്രധാനമായും അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളാണ് ഈ ഒരു നമ്മുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രൊക്യൂർമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ ശൃംഖല വഴി PDS വഴി ഭക്ഷ്യക്കമ്മി സംസ്ഥാനമായ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെത്തുകയും അങ്ങനെ നമ്മൾ ഇന്ത്യ പൊതുവിൽ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത, എല്ലാവർക്കും ഭക്ഷണം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന മണ്ടികളെക്കുറിച്ചുള്ള പഠനങ്ങൾ, കാരണം ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഈ പഠനങ്ങൾ പലപ്പോഴും കാണിക്കുന്നത് ഈ മണ്ടികളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ്. ആ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം കർഷകരെ വില കിട്ടാത്ത രീതിയിലും മറ്റും ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഈ കച്ചവടക്കാരെല്ലാം ഒത്തുചേരുന്ന ഒരു രീതിയാണ്. കച്ചവടക്കാരും അതുപോലെ തന്നെ കമ്മീഷൻ ഏജൻസും ഒത്തുചേർന്ന് അവർക്ക് ചില ഏകദേശം വില കർഷകർക്ക് ഒരു ചിലവും ഇല്ലെന്ന് പറയുമെങ്കിൽ പോലും അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാം ഗേറ്റ് പ്രൈസിൽ നിന്നും ഒരു 10% വരെയെങ്കിലും കുറഞ്ഞ രീതിയിലുള്ള വിലയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പോരായ്മകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മോഡൽ APMC ആക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് APMC ആക്ട് 2003 പരിഷ്കരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ ഉൽപ്പാദന വർധനവ് വന്നപ്പോൾ ഉണ്ടായ നമ്മൾ അധിക ഉൽപ്പാദനം ഹോൾഡ് ചെയ്യുന്നതിനും അതിനാവശ്യമായ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് നൽകുന്നതിനും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് നൽകാൻ വേണ്ടി ആവശ്യമായ
ഇൻ്റർവെൻഷൻ സപ്പോർട്ട്സ് ആണ് വേണ്ടത്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇതേ സമയത്ത് 1996 നമ്മൾ ഉദാരവൽക്കരണവും WTO അങ്ങനത്തെ വിശദമായി തന്നെ വരാം. ശ്രീ മെഹബൂബ് ചെയ്യുകയാണ് FCI ഉപദേശക സമിതി അംഗം കോഴിക്കോട്. ശ്രീ മെഹബൂബ്, ഇപ്പോൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. താങ്കൾ ഈ പുതിയ പരിഷ്കാരങ്ങളെ, ഈ നിയമങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് കൂടുതൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ എത്രത്തോളം ഗുണകരമായി മാറും? FCIയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രധാനമായും നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് ഗാന്ധി ജയന്തി ദിവസമാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഇന്ന് നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ബഹുമാന്യനായും എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മൾ നരേന്ദ്രമോദിജിയുടെ ഈ ഒരു പ്രസ്താവനയാണ്. പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി, അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ 12 ലക്ഷം ആളുകൾക്കാണ് 6000 രൂപ തോതിൽ ഈ കർഷകർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തത്. ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഔദാര്യം മാത്രമാണ് എന്നാണ്, കേരളത്തിൻ്റെ ജനങ്ങൾക്കുള്ള ഒരു പ്രത്യേക ഒരു പ്രോത്സാഹനം മാത്രമാണ് അത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രധാനമന്ത്രി UN പോയിട്ടുണ്ടായ സംഭവങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു രാഷ്ട്രത്തെ തലവിലും ഇതുപോലെ ധൈര്യത്തോടു കൂടി ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണെങ്കിൽ, അടുത്തത് ഈ ആത്മനിർമ്മാൺ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഇന്ത്യ രാജ്യത്തിനുള്ള എല്ലാവർക്കും 6000 രൂപ കൊല്ലത്തിൽ കൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഈ പരിപാടിയോട് കൂടി നമുക്ക് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കുമുള്ള അരി സപ്ലൈ ചെയ്യുന്നത് FCI ആണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1964 ഇത് തുടങ്ങി വച്ചിരിക്കുന്നത്. ഈ 1964 ഉണ്ടായ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നേരത്തെ നമ്മുടെ ഇതിനു മുമ്പേ പറഞ്ഞ നമ്മുടെ സംസാരിച്ച തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രേമ മേഡം പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്കിപ്പോൾ പറയാനുള്ളത്, നമ്മുടെ ബില്ല്, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ നാട്ടിലുള്ള കർഷകർക്കും അതോടൊപ്പം നമ്മൾ കൺസ്യൂമറിനും ഇത് എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് എൻ്റെ സംസാരം. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കാർഷിക ബില്ല് ഇനി മുതൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിൽക്കുവാനായി നേരിട്ട് ഒരു കമ്പോളം അതിൻ്റെ ഇടയിലുള്ള ഒരാളില്ല. അതുകൊണ്ട് നേരിട്ട് നിങ്ങൾക്ക് കസ്റ്റമർക്ക് വിൽക്കാനുള്ള ഒരു സൗകര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 രൂപയുടെ സാധനം നിങ്ങൾ കമ്പോളത്തിൽ വിൽക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ 10 രൂപക്ക് പകരം നിങ്ങളത് 15 രൂപക്കോ 20 രൂപക്കോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവൻ വിൽക്കുന്നത് 20 രൂപക്കായിരിക്കും. അതായത് സെക്കൻഡ് ഹാൻഡ് നിങ്ങൾ വിൽക്കുന്ന മീഡിയേറ്റർ വിൽക്കുന്നത് 20 രൂപക്കായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കർഷകന് കിട്ടുന്നത് വെറും 10 രൂപയായിരിക്കും. അപ്പം അത് അല്ല, ഒരു മീഡിയേഷൻ ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങൾ കൺസ്യൂമറിന് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് 15 രൂപക്കോ 16 രൂപക്കോ വെക്കാം. അപ്പോൾ കർഷകന് അതിൻ്റെ ലാഭം കിട്ടുന്നത് 16 രൂപയായി. അവന് കിട്ടുന്ന 10 രൂപക്ക് 6 രൂപ കൂടി. കൂടാതെ ബാങ്കുകളിൽ നിന്നുള്ള ഈ ബാങ്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലോണുകളും മറ്റതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കർഷകർക്കുള്ള ലോണുകളിൽ നിന്നുള്ള അഴിവ് വരുത്തുന്നുണ്ട്. പിന്നെ യന്ത്രോപകരണ സാധനങ്ങൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ വേണ്ടത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ കർഷകർക്ക് ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും. ചെന്നൈയിൽ നിന്നും ശ്രീമതി മീര നായർ ചേരുകയാണ്, അഗ്രി ബിസിനസ് കൺസൾട്ടന്റ്. ശ്രീമതി മീര നായർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു പറയുകയുണ്ടായി മുൻ ചർച്ചകളിലൊക്കെ. അതിൽ ബീഹാറിന്റെയും മഹാരാഷ്ട്രയുടെയും ഒക്കെ കാര്യം, പഞ്ചാബിന്റെയും ഹരിയാനയും സാഹചര്യം ഒക്കെ പറയുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു നിയമത്തിലൂടെ അതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്, എത്രത്തോളം ഗുണകരമാകും, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ശ്രീമതി മീര നായർ.
തീർച്ചയായും ശ്രീമതി മീര നായരിലേക്ക് തിരികെ വരാം. ശ്രീ കമലാസനൻ കാര്യമായിട്ട് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം 1 ലക്ഷം കോടിയുടെ ആത്മനിർഭർ പാക്കേജിലൂടെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന പ്രഖ്യാപനങ്ങൾ, നമ്മൾ അതിലേക്ക് തന്നെ വരുമ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമം, ഇവിടെ കൃത്യമായി തന്നെ ആശങ്കകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് നിയമത്തിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അത് അടിമുടി എല്ലാ കാര്യങ്ങളിലും ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് ഞാൻ ഇതിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിയും. കാരണം നമ്മുടെ രാജ്യത്ത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചതിനെ കുറിച്ച് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എനിക്ക് മുന്നേ സംസാരിച്ച ആൾ. ഇപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അടുത്ത ഒരു 5 വർഷത്തേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്താകമാനം വിതരണം ചെയ്യുന്നതിന് സ്റ്റോക്കുണ്ട്. കോവിഡ് വന്ന അവസരത്തിൽ രാജ്യത്ത് മുഴുവൻ ഒരു ഷട്ട് ഡൗൺ വന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് നമുക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യത്തിന് നടക്കുമോ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കോർപ്പറേഷനുകളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ ആവശ്യക്കാരുടെ കൈകളിൽ എത്തിക്കാൻ കഴിയാതെ വന്ന് രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുമോ, ക്ഷാമം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. ആ പേടിക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയത് രാജ്യത്ത് ഗവൺമെൻറ് തലത്തിലുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും അതുപോലെ സംസ്ഥാനങ്ങളിലെ വിവിധ വെയർ ഹൗസിംഗ് കോർപ്പറേഷനുകൾ, വിവിധ സംഭരണ സംവിധാനങ്ങളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കൾ ആവശ്യത്തിന് സംഭരിച്ചിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് ഒരു ഭാഗം, അത് നമ്മുടെ സംഭരണവും അതിൻ്റെ ഒരു സ്റ്റോക്ക് വിതരണ ശൃംഖലയൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് തന്നെയാണ്. 1955 എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് രൂപീകരിച്ചത്. ആ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ ചില പരിമിതികൾ നിമിത്തം, ഉദാഹരണത്തിന് ആവശ്യത്തിന് പെരിഷബിളായിട്ടുള്ള ഗുഡ്സിന് പോലും അത് സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ കാരണം കർഷകരുടെ അടുത്ത് നിന്ന് നേരിട്ട് അത് വാങ്ങി ആവശ്യത്തിന് നമ്മുടെ കച്ചവടക്കാർക്ക് സംഭരിക്കുന്നതിനോ അല്ലെങ്കിൽ APMCകൾക്ക് പോലും സംഭരിക്കുന്നതിനും നിയന്ത്രണങ്ങളും പരിമിതികളും ഉണ്ടായിരുന്നു. ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ ഇപ്പോഴത്തെ പരിഷ്കാരത്തിലൂടെ ഇത് 3 നിയമങ്ങളിൽ പരിഷ്കാരം പാർലമെൻറ്റ് കൊണ്ടുവന്നതിൽ, ഭേദഗതി കൊണ്ടുവന്നതിൽ അല്ലെങ്കിൽ പുതിയ നിയമങ്ങളായി വന്നതിൽ ആദ്യത്തെ ഒന്ന് ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ പരിഷ്കാരത്തിൽ ഒരു കോണിൽ നിന്ന്, ഒരു രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ നിന്ന് ഇതുവരെ ഒരു എതിർപ്പ് വന്നിട്ടില്ല. അപ്പോൾ അത് എല്ലാവരും അംഗീകരിക്കുന്നു. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് നമ്മുടെ രാജ്യത്ത് 1955 നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടത് തന്നെയായിരുന്നു. അത് ധീരമായൊരു നിലപാടാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തത് എന്ന് എല്ലാവരും പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടതാണ്. പാർലമെൻറ്റിലൊന്നും യാതൊരു വിഭിന്നമായ ശബ്ദവും എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ വരുത്തിയ ഭേദഗതിയെക്കുറിച്ച് വന്നില്ല. ഒരു ഇൻ്റർസ്റ്റേറ്റ് ട്രേഡിന് കർഷകർക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ യാതൊരു അവസരവുമില്ലായിരുന്നു. സ്റ്റോക്ക് ചെയ്യുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. അവർക്ക് വില കുറഞ്ഞ സ്ഥലത്ത് നിന്ന്, ഏതെങ്കിലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് വില കുറവാണെങ്കിൽ അത് പുതിയ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുന്നതിനുള്ള പരിമിതികളുണ്ടായിരുന്നു. ആ ബാരിയേഴ്സ് എല്ലാം യഥാർത്ഥത്തിൽ ട്രേഡ് ബാരിയർ നമ്മുടെ രാജ്യത്തിനകത്ത്, ഇന്ത്യ മഹാരാജ്യത്തിനടുത്ത് വിവിധ സംസ്ഥാനങ്ങൾക്കിടയിൽ ഉള്ള ട്രേഡ് ബാരിയർ യഥാർത്ഥത്തിൽ നീക്കം ചെയ്യപ്പെടുകയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഈ കാർഷിക ബില്ലിലൂടെ ഭക്ഷ്യ ലഭ്യതയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷ്യലഭ്യത ചോദ്യം ചെയ്യപ്പെടും എന്ന് ചിന്തിക്കുന്നതിൽ ഒരടിസ്ഥാനവും ഇല്ല. നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ സംസ്ഥാനങ്ങളുടെ വെയർ ഹൗസിംഗ് സംവിധാനങ്ങൾ, ഇതെല്ലാം സുസജ്ജമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ദയവായി സാർ അതിലേക്ക് മടങ്ങി വരാം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശ്രീമതി മീര നായർ കൂടി ചേരുകയാണ്. ശ്രീമതി മീര നായർ, താങ്കൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതിലേക്ക്, അതായത് കാർഷിക മേഖലയുടെ ഈ ഒരു പരിഷ്കാരം കേരളത്തിന് എത്രത്തോളം ഗുണകരമായി മാറും? കേരളത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ APMC ആക്ട് ഇല്ല. സോ ആ APMC ആക്ട് ഇല്ലാത്തതിനെ കൊണ്ട് കേരളത്തിലെ കൃഷിക്കോ കൃഷിക്കാർക്കോ ആ റെഗുലേഷൻസും അതിൻ്റെ വരുന്ന ഒരു ഡിഫിക്കൽട്ടീസും ഇല്ല. സോ ഇത്രയും കാലം കേരളത്തിലെ കൃഷിക്കാര് ഫ്രീ മാർക്കറ്റിലായിരുന്നു അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വിറ്റുകൊണ്ട് ഇരുന്നിരുന്നത്. സോ ഇനിയും അങ്ങോട്ട് പോകുമ്പോഴും കേരളത്തിലെ അഗ്രികൾച്ചറൽ ട്രേഡേഴ്സ് ആയാലും ശരി, കേരളത്തിലെ കൃഷിക്കാരായാലും ശരി, അവർക്ക് ഈ ഫ്രീ മാർക്കറ്റിലുള്ള എല്ലാ എഫിഷ്യൻസിയും എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഇത് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ആക്ട്, ഫസ്റ്റ് ഫാം ബിൽ ഇസ് ഓൺ APMC ആക്ട്. രണ്ടാമത്തെ ഫാം ബിൽ ഇസ് ഓൺ ദി കോൺട്രാക്ട് ഫാമിംഗ് ആൻഡ് മൂന്നാമത്തെ ഫാം ബിൽ ഇസ് ഓൺ ദി MSP. Now when you talk about the crops in Kerala, ശരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? തീർച്ചയായും കേൾക്കുന്നുണ്ട് ശ്രീമതി മീര നായർ, തുടരാം. ഓക്കെ.
മേജർ ക്രോപ്സ് കേരളത്തിൽ വന്നിട്ട് റബ്ബർ, സ്പൈസസ്, പാഡി, കോക്കനട്ട് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഇതിൽ വന്നിട്ട് റബ്ബറും സ്പൈസും ആക്ച്വലി ഇന്റർനാഷണൽ പ്രൈസസ് പ്രകാരമാണ് പോകുന്നത്. പിന്നെ പാഡി ആണെങ്കിൽ കേരളത്തിൽ പ്രൊക്യൂർ ചെയ്യുന്ന സപ്ലൈകോ പറഞ്ഞിട്ടുള്ള കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അവര് മിനിമം സപ്പോർട്ട് പ്രൈസ് കൂടാതെ അതിലൊരു സ്പെഷ്യൽ സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസും കൂടി ആഡ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. സോ കുറെ ബേജാറുകളുണ്ട് കേരളത്തിലെ കൃഷിക്കാർക്ക്. MSPയിലാണോ കിട്ടുക, MSPയിൽ അല്ലയോ കിട്ടുക? ആ ബേജാറൊന്നും ഉണ്ടാവാൻ കാര്യമേ ഇല്ല. ബിക്കോസ് ഇൻ ദിസ് ഫാം ബിൽസ് 2020 MSPനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. വെറുതെ അനാവശ്യമായിട്ട് കേരളത്തിലെയും വലിയ വേറെ സ്റ്റേറ്റ്സിലെയും ഉള്ള അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിന് പേടി വരുത്തുന്ന മാതിരി ഒന്നും ഇല്ല. സോ ആക്ച്വലി പറയുകയാണെങ്കിൽ കേരളത്തിലെ റൈസ് പ്രൊഡ്യൂസേഴ്സിന്റെ പ്രൊക്യൂർമെന്റ് പ്രൈസ് വന്നിട്ട് വിൽ കണ്ടിന്യൂ ആസ് ദേ ഹാവ് ബീൻ. In the other crop, which is coconut, coconut is one of the major crops that is produced in Kerala. And in coconut, there is an MSP for copra, and there is also an MSP for dehusked coconut. In fact, 30% of the coconut produced in our country is from Kerala. So, Kerala coconut farmers in farm bills vicharichittu pedikenda oru avashyam illa. Procurement prices will continue to be there for both dehusked coconut and for copra. So it will continue as it is. പിന്നെ ഈ റബ്ബർ, പെപ്പർ, സ്പൈസസ് പറഞ്ഞ മറ്റേ കമ്മോഡിറ്റീസ് ഒക്കെ ഇന്റർനാഷണൽ പ്രൈസസ് പ്രകാരമാണ് പോകുന്നത്. അതിനും ഒരു വിശേഷമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. തീർച്ചയായും വിശദമായി തന്നെ അതിലേക്ക് മടങ്ങി വരാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന പ്രഖ്യാപനങ്ങൾ അത് കാർഷിക മേഖലയെ സംബന്ധിച്ച് കൂടുതൽ കരുത്ത് തന്നെയായിരിക്കും നൽകുക. APMCകൾ ഇല്ലെങ്കിൽ അതിനു പകരം കൂടുതൽ ഉൽപ്പാദക സഹകരണ സംഘങ്ങൾ, അതിന്റെ സാധ്യതകൾ, അതോടൊപ്പം തന്നെ വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി നൂതന ആശയങ്ങൾക്കുള്ള സാധ്യത, കൂടുതൽ യുവാക്കൾ ഇതിലേക്ക് കടന്നു വരാനുള്ള, കാർഷിക മേഖലയെ പ്രധാന ഉപജീവനമാക്കിക്കൊണ്ട് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടി ഒരു ഉറപ്പുവരുത്തുകയാണ് പുതിയ ബില്ലിലൂടെ, പരിഷ്കാരങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ. വിശദമായി തന്നെ അടുത്ത ഘട്ടങ്ങളിലേക്ക് മടങ്ങി വരാം. തൃശൂർ സ്റ്റുഡിയോയിൽ ഡോക്ടർ പ്രേമ നേരത്തെ പറഞ്ഞതുപോലെ APMCകൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ഒരു വശത്ത് പറയുമ്പോൾ അത് ശക്തിപ്പെടുത്തുന്നതിനപ്പുറം ഉൽപ്പാദക സഹകരണ സംഘങ്ങളിലൂടെ 10,000-ഓളം ഉൽപ്പാദക സഹകരണ സംഘങ്ങൾ, അതിന്റെ സാധ്യതകൾ, അതിലൂടെ കരുത്ത് കാണിക്കാം എന്നൊരു സാധ്യത കൂടി മുന്നോട്ട് വെക്കുമ്പോൾ അത് തന്നെയല്ലേ കൂടുതൽ പ്രതീക്ഷയാവുക? ഡോക്ടർ പ്രേമ. ലക്ഷ്മി പറയുന്നത് വളരെ ശരി തന്നെയാണ്. അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ APMC ആക്ടിൽ പറയുന്ന, നമ്മൾ ഒരു നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ നിയമത്തിൻ്റെ ചെറിയ നല്ല വശങ്ങളും അതിൻ്റെ ദോഷവശങ്ങളും ഒരുമിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഒരേ സമയം തന്നെ. അതിൽ ഈ ബില്ലിൽ പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചത് തന്നെയാണ്. ഒരു രാജ്യം ഒരു വിപണി എന്ന ഒരു വൺ നേഷൻ വൺ മാർക്കറ്റ് കൺസെപ്റ്റാണ് അതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിത് ആലോചിക്കുമ്പോൾ നേരത്തെ നമ്മൾ ഇന്ത്യയിൽ ഈ APMC വരുന്നതിന് മുന്നേ തന്നെ ആർക്ക് വേണമെങ്കിലും എവിടെ പോയി വിൽക്കാം, വാങ്ങാം, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കർഷകർ APMCകളിൽ പോയിരുന്നു? അതും പ്രത്യേകിച്ചും നമ്മുടെ വലിയ കർഷകർ. അത് ഒന്ന് ആലോചിക്കേണ്ടതാണ്. APMCകളിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഫീസ്, തീരുവകൾ എന്നിവ ഇല്ലാതാക്കി. അത് കർഷകർക്കും ഈ പുതിയ നിയമം അനുസരിച്ച്. എന്നാൽ APMCകളിൽ ആ ഫീസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കച്ചവടക്കാർ എവിടെ പോകും? കൃഷിക്കാർ എങ്ങോട്ട്, ഏത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തും എന്നതും ചിന്തിക്കണം. ഏറ്റവും ആകർഷകമായ മറ്റൊരു കാര്യം സ്പോട്ട് പേയ്മെൻറ്റ് ഇൻഷുർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുതിയ ബില്ല്. അതായത് മാക്സിമം 3 ദിവസത്തിനകം തന്നെ കർഷകർക്ക് ഇതിനുള്ള പേയ്മെൻറ്റ് നൽകണമെന്നും ഈ ബില്ലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോഴും കർഷകർ എല്ലാവരും തന്നെ നമുക്ക് പൊതുവിപണികളിൽ, സ്വകാര്യ വിപണികളിൽ വിൽക്കുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത, ഉണ്ടാക്കിയെടുത്ത, എസ്റ്റാബ്ലിഷ് ചെയ്ത സംവിധാനങ്ങൾ നമുക്ക് ഏകദേശം 7,500-ഓളം റെഗുലേറ്റഡ് മാർക്കറ്റ്സാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ വ്യാപ്തി കൂട്ടുകയും ഒക്കെ വേണം. അതാണ് ഇന്ത്യയിൽ പൊതുവെ ഉള്ള സാഹചര്യം. അപ്പം അത് കൂട്ടുകയും അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ആ കോൾഡ് ചെയിൻ ആ സംവിധാനം, ലോജിസ്റ്റിക്സ് ഒക്കെ തന്നെയും അത് നമ്മൾ പുതിയ രീതിയിൽ അനുസരിച്ചിട്ടുള്ള കോൾഡ് ചെയിൻ സംവിധാനങ്ങൾ, സപ്ലൈ ചെയിൻ, അങ്ങനെ സപ്ലൈ ചെയിൻ ലിങ്ക് ചെയ്ത് വേണം എന്നാണ് 2016 APMC മോഡൽ APMC ആക്ട് പറയുന്നത്.
പക്ഷേ ഈ ആക്ട് പോലും നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയില്ല. കാരണം ഇതിലേറ്റവും പ്രധാനം ഇതൊരു സംസ്ഥാന വിഷയമാണ്. കൃഷി സംസ്ഥാന വിഷയമാണ് എന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കൃഷിയെ മൊത്തമായി ഒരു കേന്ദ്രത്തിൽ കൂടി വേണമെങ്കിൽ ആവശ്യമായ നിയമങ്ങൾ വരുത്താം എന്ന് പറഞ്ഞ് ഈ ഒരു രാജ്യം ഒരു വിപണി എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനാവശ്യമായ സാഹചര്യങ്ങൾ സംസ്ഥാന വിഷയമായി തന്നെ നിൽക്കുമ്പോൾ ചെയ്ത് വിജയം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളൊരു സംസ്ഥാനമുണ്ട്, കർണാടകം. ആ കർണാടകത്തിൽ അവർ ഇപ്പോഴും ഈ പറയുന്ന മോഡൽ APMC ആക്ടിലേക്ക് വന്നിട്ടില്ല. 2016 അവർക്ക് അവരുടെ സ്വന്തമായ ഒരു വിപണി വെച്ചിട്ട് തന്നെ അവർ ഈനാം തുടങ്ങി. ഈനാം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം പേരിലുള്ള കർണാടകത്തിൻ്റെ തന്നെയാണ്. അപ്പം അങ്ങനെ അവർക്ക് ഉള്ള വിജയഗാഥ അവരുടെ മുന്നിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിവിധ വശങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കേരളത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇനി ഇതിൻ്റെ പോസിറ്റീവ്സിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചില നെഗറ്റീവ്സും പറഞ്ഞു പോയി. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ APMC ആക്ട് ഇല്ലാത്തത് കൊണ്ട് കേരളത്തിന് ഇത് ബാധകമല്ല എന്നൊരു വാദം ഞാനിവിടെ കേട്ടു. ശരിയാണ്, കേരളത്തിൽ APMC നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഒന്നും കൊണ്ടുവന്നില്ല. കാരണം കേരളത്തിൽ നമ്മുടെ ഭക്ഷ്യോൽപാദനം അല്ലെങ്കിൽ ഭക്ഷ്യവിളകൾ താരതമ്യേന വളരെ കുറവാണ്. നെല്ല് പണ്ട് തൊട്ടേ നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം നമ്മളുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും സ്പൈസസിലാണ്. പെപ്പർ, കാടമം എന്നുള്ള വിളകൾ. പിന്നെ നമുക്കുള്ള ഒരു കാഷ്യൂ എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കാഷ്യൂ കൊണ്ടുവന്ന് നമ്മൾ കാഷ്യൂവിനെ പ്രോസസ്സ് ചെയ്ത് അതിലുള്ളതാണ് നമ്മുടെ വരുമാനം. അപ്പം ഈ വിളകളൊക്കെ തന്നെയും റബ്ബറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര വിപണികളാണ് വില നിർണ്ണയിക്കുന്നത്. അപ്പം ഈ അന്താരാഷ്ട്ര വിപണികൾ വില നിർണ്ണയിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന APMC ആക്ട് നമ്മളെ പ്രത്യേകിച്ച് ബാധിക്കില്ല. എന്നാൽ നമ്മുടെ ഈ APMC ആക്ടിൻ്റെ ഭേദഗതിയും എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് ഭേദഗതിയും ഒരുമിച്ച് വായിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ ഭക്ഷ്യ സ്വയം പര്യാപ്തത ബില്ല്, അതായത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നതും, അതായത് റൈറ്റ് ടു ഫുഡ്, അതൊരു ആക്റ്റാണ്. അത് നിയമമായി തന്നെ എല്ലാവർക്കും കൃത്യമായ അളവിൽ 5 കിലോ 7 കിലോ ഭക്ഷണം വീതം നൽകണം എന്ന ഒരു നിയമം രാജ്യത്തുണ്ട്. ആ നിയമം നടപ്പിലാക്കണമെങ്കിൽ കേരളം കണക്കുള്ളൊരു സംസ്ഥാനം എവിടെ നിന്ന് ഇതിനുള്ള ഭക്ഷണം കൊണ്ടുവരും? 5 വർഷത്തേക്ക് ഉള്ള ധാന്യശേഖരം ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടുണ്ടായി? നമ്മുടെ പൊതുമേഖല സംഭരണ സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മളുടെ ഫുഡ് FCI ഗോഡൗൺസ് ഒക്കെ ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇത് പൊതുവിപണിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വകാര്യ വിപണിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടാവും? ഇത് ചിന്തിക്കണം. നമ്മൾ അതിൻ്റെ ഒരു വിശദമായി തന്നെ നമുക്ക് അതിലേക്കും വരാം. ദയവായി ഒരു റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം അത്തരത്തിലുള്ള ആശങ്കകളുണ്ടോ, എന്തൊക്കെയാണ് മറ്റു നിർദ്ദേശങ്ങൾ, പ്രതീക്ഷകൾ, അതിലേക്കും വരാം ഒരു റിപ്പോർട്ടിന് ശേഷം. രാജ്യത്ത് കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ 6 വർഷത്തിനിടെ ഉണ്ടായത്. സുപ്രധാനമായ വിവിധ കാർഷിക പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമായി. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, സോയിൽ ഹെൽത്ത് കാർഡ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, കിസാൻ സമ്മാൻ നിധി, ഈ ഗോപാല ആപ്പ്, മത്സ്യസമ്പാദ എന്നിവയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. കൃഷിഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിഭവങ്ങളുടെ മെച്ചപ്പെട്ട വിനിയോഗം എന്നിവ ലക്ഷ്യമിട്ട് 2014 ജൂലൈ 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പ്രഖ്യാപിച്ചത്. 5 വർഷം കൊണ്ട് 500 ബില്യൺ രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 4000 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. മണ്ണിന്റെ പോഷകമൂല്യത്തിനനുസരിച്ച് രാസവളങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. ഇതിന്റെ ഭാഗമായി 122 കോടി കാർഡുകൾ വിതരണം ചെയ്തു. 2015 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതിക്ക് 751 കോടി രൂപയാണ് ചെലവഴിച്ചത്. രാജ്യത്തെ കർഷകർക്കായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് 1.6 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കും. പരമാവധി 3 ലക്ഷം വരെയുള്ള കാർഷിക വായ്പകൾക്ക് 5% പലിശ സബ്സിഡി ലഭിക്കും. സ്വർണ്ണപ്പണയ കൃഷി വായ്പകൾക്ക് പകരമായാണ് പുതിയ വായ്പാ പദ്ധതി. ചെറുകിട നാമമാത്രമായ കർഷകരുടെ ഇടയിൽ ഏറെ ജനപ്രീതി നേടിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പ്രതിവർഷം 6000 രൂപ കർഷകരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത്. 17,000 കോടി രൂപയാണ്
രണ്ടാം ഗഡു വിതരണത്തിൽ കർഷകരുടെ അക്കൗണ്ടിലെത്തിയത്. ക്ഷീര കർഷകർക്ക് മാർഗനിർദ്ദേശങ്ങളും വിപണന സാധ്യതകളും ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ചതാണ് ഈ ഗോപാല ആപ്പ്. കർഷകർക്ക് ഗുണനിലവാരമുള്ള കന്നുകാലികളെ ഓൺലൈനായി തിരഞ്ഞെടുക്കുവാനും ഇതുവഴി ഇടനിലക്കാരെ ഒഴിവാക്കുവാനും സാധിക്കും. ഈ ഗോപാല ആപ്പിൽ കന്നുകാലികളുടെ ആധാർ നമ്പർ നൽകിയാൽ അവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകും. മത്സ്യബന്ധന മേഖലയിലെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് മത്സ്യസമ്പാദ യോജന. ആത്മനിർഭർ ഭാരതിൽ ഉൾപ്പെടുത്തി 5 വർഷത്തേക്ക് 20,050 കോടി രൂപയാണ് ഗവൺമെന്റ് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത്. മത്സ്യോൽപാദനം, മത്സ്യക്കയറ്റുമതി എന്നിവ വർദ്ധിപ്പിക്കുക, തൊഴിലാളികളുടെ നഷ്ടം കുറയ്ക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കർഷകരുടെ ക്ഷേമത്തിനായി 3 സുപ്രധാന ബില്ല് കൂടി പാർലമെന്റ് പാസാക്കിയതോടെ ഈ പദ്ധതികൾക്കെല്ലാം കൂടുതൽ പ്രാധാന്യം കൈവരുമെന്ന് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് കമലാസനൻ കാര്യമായിട്ട് ഡോക്ടർ പ്രേമ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ, അതായത് 2-3 ബില്ലുകൾ ചേർത്ത് വായിക്കുമ്പോൾ പോസിറ്റീവ്സിനൊപ്പം തന്നെ പറഞ്ഞ ചില ആശങ്കകൾ, അതോടൊപ്പം വൻകിട കോർപ്പറേറ്റുകളുടെ റീറ്റെയിൽ ശൃംഖലകളുടെ കാര്യം, സംഭരണത്തിന്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു നിലപാടെന്താണ്? അത്തരത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? ഇവിടെ പാർലമെൻറ്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ പ്രധാനമായി പ്രതിപക്ഷ കക്ഷികൾ, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം സംയുക്തമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു കാര്യം മിനിമം സപ്പോർട്ട് പ്രൈസസ് MSP സംബന്ധിച്ച ആശങ്കകളാണ്. അതിനവർ പോൽബലകമായി ചൂണ്ടിക്കാണിച്ചത് MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതിൻ്റെ ഉൽപ്പാദന ചെലവിൻ്റെ 50% അധികരിച്ച ഒരു വില മിനിമം പ്രൈസായിട്ട് നിശ്ചയിക്കണം. അതുകൊണ്ട് ഈ ബില്ല് വരുന്ന അവസരത്തിൽ MSP സംവിധാനം പൂർണ്ണമായി തകർന്നു പോകും, അത് അപ്പാടെ നിലച്ചു പോകും. ഇതാണ് ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. രണ്ടാമത്തെ ഒരു കാര്യം പ്രതിപക്ഷ കക്ഷികളെല്ലാം അന്ന് ചൂണ്ടിക്കാണിച്ചത്, ഇത് നമ്മുടെ ബില്ലിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളാണ്. ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരുകളോ അതുപോലെ കേന്ദ്ര സർക്കാരോ ഒക്കെ കർഷകരിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമ്പോൾ വെയർ ഹൗസിങ് ഒരു സംഭരണ ശൃംഖലയിലേക്ക് അതിനെ കൊണ്ടുവന്ന് സംഭരണം നടത്തുമ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസിനേക്കാൾ താഴ്ന്ന വിലയിൽ സംഭരണം നടത്തരുത്, അത്രയെങ്കിലും ഉറപ്പ് നൽകണം. ഇതാണ് പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ. ഇതാണ് ഇതിന് കേന്ദ്ര ഗവൺമെൻറ് ഈ ബില്ല് അവതരിപ്പിച്ച് അതിൻ്റെ ചർച്ചാവേളയിൽ തുടർന്ന് പൂർണ്ണമായി അത് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി അത് വ്യക്തമാക്കുകയുണ്ടായി. മിനിമം സപ്പോർട്ട് പ്രൈസ് സംവിധാനം നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുമുള്ള മാറ്റമില്ലാതെ അപ്പാടെ തുടരും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുമ്പോൾ ഇടനിലക്കാർ കടന്നു കയറി, വലിയ വൻകിട വ്യാപാരികൾ ഇടനിലക്കാരുടെ റോളിലേക്ക് കടന്നു കയറി കർഷകരെ മൊത്തം വിലക്കെടുത്ത് അവരുടെ സാധനങ്ങൾ ആദ്യം തന്നെ അവർക്ക് കൃഷിക്ക് വേണ്ടി ചെറിയ തോതിലുള്ള പണം മുടക്കിയിട്ട് അവർ പറയുന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുമോ എന്നുള്ള ഒരു ആശങ്കയാണെന്ന് പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായ റെഗുലേറ്ററി സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ കൊണ്ടുവരും, റെഗുലേറ്ററി മെക്കാനിസം കൊണ്ടുവരും. അങ്ങനെ വൻകിടക്കാർക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങളെ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് സംജാതമാകില്ല, അത് ഉണ്ടാകില്ല എന്ന് പാർലമെൻറ്റിൽ ഉറപ്പ് നൽകുകയും തുടർന്ന് മൻ കി ബാത്തിൽ പോലെയുള്ള തുടർന്നുള്ള പ്രഖ്യാപനങ്ങളിൽ തുടർന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അതൊക്കെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പഴം പച്ചക്കറി മേഖലയിലുള്ള ഈ ഫ്രീ ട്രേഡിനുള്ള തടസ്സങ്ങൾ നേരത്തെ തന്നെ പല സംസ്ഥാനങ്ങളും എടുത്തു കളഞ്ഞിരുന്നതാണ്. അങ്ങനെ കളഞ്ഞിരിക്കുന്ന അവസരത്തിൽ ആ മേഖലയിൽ വലിയ ഉണർവും അവരുടെ കർഷകർക്ക് വരുമാന വർധനവും ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴ് ഭക്ഷ്യധാന്യങ്ങളെ കൂടെ അതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ആ മേഖലയിലും അതുകൊണ്ട് കർഷകർക്ക് പുതിയ കർഷകർ തന്നെ സംരംഭകരായി മാറിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് വിപണിയിലെത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരും. അതുപോലെ തന്നെ കർഷകർക്ക് ഏത് സ്ഥലത്ത് എവിടെയാണോ അവർക്ക് കൂടുതൽ വില കിട്ടുന്നത് ആ സ്ഥലത്ത് എത്തിച്ച് അത് വിൽക്കുന്നതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഈ ബില്ല് വന്നതിലൂടെ ലഭ്യമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. മറ്റൊരു ആശങ്ക നമ്മുടെ മുമ്പിലുള്ളത്, കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അവൻ്റെ മണ്ണ്, അവൻ കൃഷി ചെയ്യുന്ന ഭൂമി, അതായത് മണ്ണ്, അതുപോലെ അവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ ആവശ്യമായ ഗുണനിലവാരമുള്ള വിത്ത് ലഭ്യമാകുക എന്നുള്ളത്, വിപണി ലഭ്യമാകുക എന്നുള്ളത്. ഈ 3 കാര്യത്തിലും
ഈ ബില്ല് കർഷകരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ, അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുമ്പോൾ എന്തിനാണ് നമ്മൾ കൂടുതൽ ഇല്ലാത്ത ഒരു ആശങ്ക മനസ്സിൽ കരുതുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം കൂടെ, നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് കേരളത്തിൽ APMC ആക്ട് ഇല്ല എന്നത് സൂചിപ്പിച്ചു. നേരത്തെ ചെന്നൈയിൽ നിന്ന് സംസാരിച്ച ഡോക്ടർ ശ്രീമതി മീര നായർ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനകത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കൊമേഴ്സ്യൽ ക്രോപ്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചാണ് നമ്മുടെ ഇവിടെ വിലയിൽ വ്യത്യാസം വരിക. പക്ഷേ ഇപ്പോഴും നമ്മുടെ പല സുഗന്ധ വ്യഞ്ജനങ്ങളടക്കമുള്ള സ്പൈസസിൻ്റെ കാര്യത്തിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കൊണ്ടുപോയി ഇപ്പോൾ വിൽക്കുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടി കർണാടകത്തിൽ കൊണ്ടുപോയി നമുക്കിപ്പോൾ ഒരു കർഷകന് വിൽക്കണമെന്ന് വെച്ചാൽ വിൽക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഈ ബില്ല് വന്നതോടെ ഇതിന് ഈ ഫ്രോണ്ടിയറുകൾ, ഇത്തരം സ്റ്റേറ്റ് ഫ്രോണ്ടിയറുകൾ മാറുകയാണ്. ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡിനുള്ള കൂടുതൽ അവസരങ്ങൾ വരിക. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ കൃഷിമന്ത്രി, നമ്മുടെ സംസ്ഥാന കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. കോഓപ്പറേറ്റീവ് കാർഷിക മേഖലയിൽ കാർഷിക ഉൽപ്പാദക സംഘങ്ങൾ, സഹകരണ സംഘങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെ സഹകരണ സംഘങ്ങൾ ഇപ്പോഴും ഒരു നല്ല ശക്തമായൊരു ശൃംഖലയായി ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ കേരളത്തിന് ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് നമ്മുടെ കാർഷിക സംഘങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വില കിട്ടത്തക്ക വിധത്തിൽ കാർഷിക വൃത്തിയിലേക്ക് നമ്മുടെ കർഷകരെ തിരിച്ചുവിടുന്നതിനുള്ള ഒരു സുപ്രധാനമായ അവസരമാണ് ഇപ്പോൾ വന്നുയർന്നിട്ടുള്ളതെന്നാണ് കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കാണാൻ കഴിയും. ശ്രീമതി മീര മുരളീധരൻ ഇവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ അന്തർ സംസ്ഥാന വ്യാപാരം കൂടുതൽ ശക്തിപ്പെടുമ്പോൾ ഒരുപക്ഷെ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നീ വാക്കുകൾ അല്ലെങ്കിൽ അനധികൃതമായി സാധനങ്ങൾ കടത്തുന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതിനൊക്കെ കൂടി ഉത്തരമാവുകയാണ്. കൃത്യമായൊരു വ്യവസ്ഥയിലൂടെ, ഒരു മാർഗത്തിലൂടെ കാര്യങ്ങൾക്കൊരു വ്യക്തമായൊരു എത്തിച്ചേരൽ ഉണ്ടാകുന്നു. അത് ഗുണകരമായി മാറില്ലേ? താങ്കൾ എങ്ങനെ കാണുന്നു? കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കൂടി നമ്മൾ പറയുമ്പോൾ അതുപോലെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ചില ദൗർബല്യങ്ങളുണ്ടെങ്കിൽ ചിലയിടത്ത് നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്. സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യം പറയുകയുണ്ടായി. ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള ഒരു പ്രശ്നം ഒരു വശത്തുള്ളപ്പോൾ തന്നെ മറുവശത്ത് നമ്മുടെ സാധ്യതകളും വിശാലമാണ്. അതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ശ്രീമതി മീര നായർ. ആക്ച്വലി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഫാം ഹോൾഡിംഗ് സൈസസ് വന്നിട്ട് 0.18 ഹെക്ടേഴ്സ് ആണ്. ഇന്ത്യയിലെ ഫാം ഹോൾഡിംഗ് സൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഭൂമിയുള്ള കേരളത്തിലെ കൃഷിക്കാർക്കാണ് 0.18 ഹെക്ടർ. പക്ഷെ അത് നോക്കിയാലും ശരി, അവരുടെ പെർ ഹെക്ടർ ഇൻകം നോക്കുമ്പം കേരളത്തിലെ കൃഷിക്കാർക്കാണ് ഏറ്റവും അധികം പെർ ഹെക്ടർ ഇൻകം ഉള്ളത്. 35,000 റുപ്പീസ് ആണ് ഈ കേരളത്തിലെ കൃഷിക്കാർക്കുള്ളത്. അത് കൂടാണ്ട് ഈ ചെറിയ ചെറിയ ലാൻഡ് ഹോൾഡിംഗ് സൈസ് ഉള്ള കൃഷിക്കാർക്ക് എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ്സ് വന്ന് ഇത്രയും കൃഷിക്കാരെ എടുത്തിട്ട് കോർപ്പറേറ്റ്സ് ഓവർടേക്ക് ചെയ്തിട്ട് ഇവരെയൊക്കെ ലേബേഴ്സ് ആക്കുക? അതിന് സാധ്യമാണോ? അതൊന്നും സാധ്യമല്ല. ബിക്കോസ് അവരുടെ ലാൻഡ് ഹോൾഡിംഗ് സൈസ് തന്നെ ഇത്ര കുറവാകുമ്പോൾ ഇതേമാതിരി കുറെ കൃഷിക്കാർ ഒരേ ഇതിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരുടെ അടുത്തും കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് എല്ലാവരുടെ അടുത്തുനിന്നും ഈ കോൺട്രാക്ട് ഫാമിംഗ് നടത്താൻ പറ്റാൻ പോകുന്നതേ അല്ല. So actually what is going to happen is the farming in Kerala is going to continue as it is. The only difference that will happen is instead of considering agriculture as agriculture, now the farming in Kerala can be considered as a business enterprise. അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ ഇവിടുത്തെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിലുള്ള ചേഞ്ചസ് പ്രകാരം സ്റ്റോക്ക് ഹോൾഡിംഗ്സ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യാൻ പോകുകയില്ല. So which means എല്ലാ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, വെദർ ഇറ്റ് ഇസ് ഇൻ വെയർഹൗസസ് ഓർ വെദർ ഇറ്റ് ഇസ് ഇൻ കോൾഡ് സ്റ്റോറേജസ്, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാനാണ് പോകുന്നത്. അതിനെ കൊണ്ട് ദി പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് that were there in the supply chain in agriculture is going to come down drastically. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് നെഗോഷിയബിൾ വെയർഹൗസ് റെസീറ്റ് സിസ്റ്റം വന്നിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഫാം ബില്ലോടൊപ്പം ഇറ്റ് വിൽ ബിക്കം മോർ ഇഫക്റ്റീവ്. All the warehouses that are there in the country, all the cold storages that are there in the country will start giving electronic negotiable warehouse receipts to the people who hold the stocks. Adine kondu farmers or agribusiness enterprises which are there in one part of the country can easily trade on exchange platforms, can easily trade on other platforms, and will be able to do their things better.
they can also store their produce so that they can get a better price tomorrow. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായും ശ്രീ മെഹബൂബിലേക്ക് കൂടി പോയിട്ട് തിരിച്ചു വരാം തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക്. ശ്രീ മെഹബൂബ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ വിശാലമായ സാധ്യതകൾ, അവിടെ ഭക്ഷ്യസുരക്ഷയുമായി സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾക്ക് ഒരു ആവശ്യവുമില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ശ്രീമതി മീന നായർ നടത്തുകയുണ്ടായി. ഈ നിയമം നൽകുന്ന ഒരു വലിയൊരു സുരക്ഷാ കവചവും അത് തന്നെയാണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാലും അവിടെ കർഷകന് ഒരിക്കലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു നഷ്ടം സഹിക്കേണ്ടി വരുന്നില്ല. മാത്രമല്ല കൃത്യമായൊരു നിയമപരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. സംഭരണത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ക്ഷാമകാലത്തടക്കം മുതൽ കൂടുതൽ ഗുണകരമായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാവുകയാണ്. സംഭരണം എന്നുള്ള വലിയ ചോദ്യം, വെല്ലുവിളിക്ക് കൂടി ഉത്തരമാവുകയാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ മെഹബൂബ്? ശരിയാണ്. നമ്മുടെ നാട്ടിലുള്ള കാലാവസ്ഥയെ കൂടി ഇപ്പം നമ്മൾ മനസ്സിൽ കണക്കൂട്ടണം. പല കാലാവസ്ഥയിലുണ്ടാവുന്ന വ്യതിയാനങ്ങളിലുണ്ടാവുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ, കൃഷിക്കാർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഈ നഷ്ടങ്ങളെ നമ്മളെങ്ങനെയാണ് സഹായിക്കുന്നത്? അത് സഹായിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ മൻ കി ബാത്തിൽ തന്നെ അദ്ദേഹം, നമ്മുടെ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ, അത് പല ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ടല്ലോ. അല്ലെ, ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ നഷ്ടങ്ങൾ നമുക്ക് ഈ മറ്റുള്ള ഡിജിറ്റൽ സിസ്റ്റത്തിൽ കൂടി നമുക്ക് നികത്താനാവില്ല. അപ്പോൾ ഇതുപോലുള്ള നഷ്ടങ്ങൾ നികത്തണമെങ്കിൽ ഈ കോൺട്രാക്ട് ഫാമിംഗ് സിസ്റ്റം വരണം. അതാണ് ഇതിൽ മൂന്നാമത്തെ ഘടനയായിട്ട് പറയുന്നത്, കോൺട്രാക്ട് ഫാമിംഗ് സിസ്റ്റം. നമ്മൾ സൊസൈറ്റീസും മറ്റുള്ള സൊസൈറ്റീസിൽ കൂടെ ഫാം ചെയ്യുക, ആ ഫാമിങ്ങിൽ കൂടെ നമ്മളെ ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വിത്തുകളും മറ്റുമൊക്കെ സൊസൈറ്റി മുഖേന ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്നത്. അപ്പം നഷ്ടം ആർക്കും വരുന്നില്ല, കർഷകനൊന്നും നഷ്ടം വരുന്നില്ല, അത് കൊടുക്കുന്ന ആൾക്കും നഷ്ടമില്ല, കൺസ്യൂമറിനൊരു നഷ്ടം വരുന്നില്ല. അപ്പം ഈ മൂന്ന് രീതിയിൽ നോക്കുമ്പോൾ അത് ലാഭമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും നമ്മൾ പഠിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളത് പറഞ്ഞത്. ഇപ്പം നമ്മുടെ നേരത്തെ പറയുന്നത് ഈ കോവിഡ് കാലം, ഈ കോവിഡ് കാലത്ത് FCIയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കിനെ കുറിച്ച് നേരത്തെ നമ്മുടെ ഇതിനു മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു. ആ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 24, കേരളത്തിൽ 24 ഗോഡൗണാണുള്ളത്. 24 ഗോഡൗണിലും ഇപ്പം നമുക്ക് 6 മാസത്തേക്കല്ല, നമുക്ക് 8 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ആണ് അവരുടെ നിഗമനം, അവർ പറയുന്നത്. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്യൂമിക്കേഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്റ്റോക്ക് വെക്കുന്നതുകൊണ്ടാണ് ഇവിടെ. അതിന് മാത്രമായിട്ട് ഈ കോവിഡ് കാലത്ത് ശരിക്കും നമ്മൾ ആ തൊഴിലാളികളെയും അവിടുത്തെ ജോലിക്കാരെയും സ്റ്റാഫിനെയും എല്ലാം വളരെ അനുമോദിക്കേണ്ടതുണ്ട്. കോവിഡ് കാലത്തും അവർ ജോലി ചെയ്ത് 24 മണിക്കൂറും ജോലി ചെയ്ത് ആ ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി മുതൽ താഴെ വരെയുള്ള എല്ലാവരും ജോലി ചെയ്തിട്ടാണ് നമുക്ക് ഈ റേഷൻ ഷോപ്പിലേക്ക് ഈ സാധനം എത്തിച്ചത്. കോവിഡിന് 15 കിലോ അരിയും അതിനുശേഷമുള്ള ഓരോ റേഷൻ ഷോപ്പിലേക്ക് നമ്മൾ എത്തിക്കുന്ന അരിയും അവിടെ എത്തിക്കാനുള്ള കാരണം അത് FCI ചെയ്ത് വലിയൊരു കാര്യമാണ്. അത് ഇതേപോലുള്ള സിസ്റ്റം കൊണ്ടാണ് അവർ സ്റ്റോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്നും സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്ത് അത് ഇവിടെ കൊടുക്കുന്നതുകൊണ്ടാണ്. ഈ ആക്ട് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി APMC നിലവിൽ വന്നതോടുകൂടി അതും നല്ല കാര്യങ്ങളാണ്. പിന്നെ അവശ്യ സാധനങ്ങളുടെ എസൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ആക്ട് പ്രകാരം ഉണ്ടാവുന്നത് ചില മറ്റേ ഭക്ഷ്യ ഉള്ളി, എള്ള് തുടങ്ങിയ സാധനങ്ങളെ കമ്മ്യൂണിറ്റി ആക്ടിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ മാറ്റി നിർത്താൻ കാരണം എന്താണ്? അതുകൊണ്ട് അവർക്ക് നഷ്ടം വരുന്നില്ല, അവർക്ക് ഇപ്പോഴും മാർക്കറ്റിൽ അത് നല്ല വിലക്ക് വിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ വേറൊരു വിഷയം. അതുകൊണ്ട് ഡോക്ടർ ഗീതയിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോകുമ്പോൾ, ഡോക്ടർ ഗീത നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധിയിൽ തളരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമോ കാർഷിക മേഖലയ്ക്ക്, അത് ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചുവടുവയ്പായി ഇതിനെ കാണുമ്പോൾ അവിടെ താങ്കൾ പറഞ്ഞതുപോലെ ആശങ്കകൾ, അത് ഗ്രാമചന്തകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കർണാടകയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. ആഴ്ചകളിൽ ചന്ത നടത്തുകയും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആശയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി വിജയമുണ്ടായ കഥയും നമുക്ക് മുന്നിലുണ്ട്. 2014 APMC ആക്ടുമായി ബന്ധപ്പെട്ട പഴം പച്ചക്കറിയുടെ കാര്യത്തിൽ നടപ്പാക്കിയ തീരുമാനങ്ങൾ വിപ്ലവകരം തന്നെയായിരുന്നു. അതിന്റെ പ്രതിഫലനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ തന്നെയാണ് കണ്ടത്, പഞ്ചാബിലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഈ ഒരു 2020 എത്തുമ്പോൾ വീണ്ടും ഒരു സമൂലമായ മാറ്റം, അത് കൂടുതൽ കരുത്തല്ലേ നൽകുക? ഡോക്ടർ ഗീത, ഡോക്ടർ പ്രേമ. ലക്ഷ്മി, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുന്നേ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞു റൈറ്റ് ടു ഫുഡ് ആക്ട് എന്നാണ് അതിന് പറയുന്നത്. ഈ റൈറ്റ് ടു ഫുഡ് ആക്ട് വഴി അത് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാനങ്ങൾ ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ, കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആശങ്കപ്പെടുകയാണ്. ഇപ്പം നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞു 6 മാസത്തേക്കുള്ള സംഭരിച്ചു വെച്ചിട്ടുണ്ട്.
ഈ 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത വർഷവും ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കാം എന്ന് ആശിക്കുന്നു. അതിനുശേഷം ഒരു പക്ഷേ സ്വകാര്യ വിപണിക്ക്, നമ്മൾ സ്വതന്ത്ര വിപണിക്ക് വിടുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള സംഭരണം നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഈ ഭക്ഷ്യസുരക്ഷ എൻറ്റൈറ്റിൽമെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ അലവൻസ്, ഫുഡ് അലവൻസ്, സെക്യൂരിറ്റി അലവൻസ് നൽകണമെന്ന് ആ നിയമത്തിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഇത് ആണ് സംസ്ഥാനങ്ങളുടെ ആശങ്ക. ഇത് അവർക്ക് അധിക സാമ്പത്തിക ബാധ്യത കൈവരുത്തുന്നു. GST നിയമം വന്നപ്പോഴുള്ള ഒരു താല്പര്യവും അതിനുശേഷം ഇപ്പോൾ സംസ്ഥാനങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്നും അവരുടെ മുന്നിൽ ഉള്ള വിഷയങ്ങൾ ഇതാണ്. അപ്പം അനുഭവങ്ങളിൽ നിന്നായിരിക്കാം പലപ്പോഴും സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരുകൾ അവരുടെ എതിർപ്പുകളിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു തീർപ്പുകളിലേക്കൊക്കെ എത്തുന്നത്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് എങ്ങനെയാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് കൃഷി ഇപ്പോൾ വെറും കൃഷി സബ്സിസ്റ്റൻസ് ഫാമിംഗ് മാത്രമല്ല, അതിപ്പോൾ ഒരു അഗ്രി ബിസിനസ് എന്ന രീതിയിലേക്കാണ് പോകേണ്ടത്. ഈ അഗ്രി ബിസിനസ് വരുമ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് കർഷകർക്ക് ആവശ്യമായ രീതിയിൽ, അല്ലെങ്കിൽ കർഷകർക്കല്ലെങ്കിലും മറ്റു ജനങ്ങൾക്കും, നമ്മുടെ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് മറ്റൊരു മേഖല കൂടി നമുക്ക് തുറന്നു വരികയാണ്. കോവിഡ് കഴിഞ്ഞ് ഒരുപാട് അഭ്യസ്ത വിദ്യർ നാട്ടിലേക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് എത്തിയിട്ടുണ്ട്. അവരെ കൂടി നമ്മൾ കൃഷിയിലേക്ക് കൂടിയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ വാല്യൂ അഡീഷൻ, അഗ്രോ പ്രോസസ്സിംഗ് എന്ന കാര്യങ്ങളിലേക്ക്, സംസ്കരണത്തിലേക്കൊക്കെ നമ്മൾ പോകണം. കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 0.16 ഹെക്ടർ മാത്രം സ്ഥലപരി ഉള്ളപ്പോൾ അവിടെ നിന്നുള്ള ഉൽപ്പാദനവും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സർപ്ലസ്, മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ മാർക്കറ്റ് സർപ്ലസ് കുറഞ്ഞ ഒരു സംസ്ഥാനം ആയതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഇത്തരം സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രയാസമുണ്ടാകുന്നത്. അപ്പം കർഷകനിൽ നിന്നും എന്തുകൊണ്ട് കർഷകൻ വരുമാനം കൂടുന്നു എന്നുള്ളത് ആ വിളകൾക്കുള്ള വില കൂടുതലായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ എല്ലാ ഫാമേഴ്സും അതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പം FPO സംവിധാനം എന്ന് പറയുമ്പോൾ FPO ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ ഒരു സൈസബിൾ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ സർപ്ലസ് അല്ലെങ്കിൽ മാർക്കറ്റബിൾ സർപ്ലസ് വേണമെങ്കിൽ നമ്മൾ എത്ര കർഷകരെ ഒരുമിച്ച് കൊണ്ടുവരണം. അത് തന്നെയാണ് ഒരു നല്ല മാർഗം. അത് മാർഗമല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും നല്ല മാർഗം തന്നെയാണ്. അത് മാത്രമല്ല, കേരളത്തിൽ അതിൽ കൂടുതൽ നമുക്ക് ശക്തമായ സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നാണ് പറയുന്നത്. പണ്ട് അവർ അതിനുവേണ്ടിയാണ് ഉണ്ടായിരുന്നത്, അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിൻ്റെ സെയിൽസിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സർവീസസിന് വേണ്ടി. ഇപ്പോൾ അത് സാധാരണ വെറും ബാങ്കിങ് മേഖലയിൽ മാത്രമായി നിൽക്കുകയാണ്. അവരെ ശാക്തീകരിച്ച് ആ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാം. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. കേരളത്തിലെ നെല്ല് പ്രൊക്യൂർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കേരള ഗവൺമെൻറ് നെല്ല് സംഭരണം നടത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് മിനിമം സപ്പോർട്ട് പ്രൈസായി കൊടുക്കുന്നത് കേവലം 17 രൂപയാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ സംഭരിക്കുന്നത്, അപ്പോൾ MSPയും മിനിമം സപ്പോർട്ട് പ്രൈസും പ്രൊക്യൂർമെൻറ്റ് പ്രൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. സംഭരിക്കുന്നത് 22.75 രൂപ കൊടുത്താണെന്നാണ് എൻ്റെ ലേറ്റസ്റ്റ്, എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. എന്നാൽ പോലും ഏകദേശം 7-8 രൂപ കൂടുതലായി നൽകുന്നുണ്ട്. ഇത് സംസ്ഥാനം കൂടുതലായി നൽകുന്ന ഒരു ആനുകൂല്യമാണ്. ഈ നമ്മുടെ APMC ബില്ല് പ്രകാരം അതിനകത്ത് ഒരു ക്ലോസ് പറയുന്നത് ഏതെങ്കിലും ഇങ്ങനെയുള്ള ഈ ഒരു അഡീഷണൽ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നതേ ഇല്ല. MSPയെ കുറിച്ച് ഈ ബില്ല് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അഡീഷണൽ സബ്സിഡിയൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ചിലപ്പോൾ ഈ അഡീഷണൽ കൊടുക്കാൻ കഴിയുന്ന സർക്കാരിൻ്റെ ഒരു കഴിവ് അതിനെയും ചിലപ്പോൾ ഇതിൽ കുറവാൻ ഇല്ലാതാവാൻ ഒരു സാധ്യതയുണ്ട്. തീർച്ചയായും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കമലാസൻ കോൺട്രാക്ട് ഫാമിംഗിന്റെ കാര്യങ്ങൾ സംഭരണത്തിന്റെ കാര്യം പറയുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും പറഞ്ഞ MSPയുടെ കാര്യത്തിലുള്ള ആശങ്കകൾ, അതോടൊപ്പം ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള ചില ചോദ്യങ്ങൾ, അതിലുള്ള ഒരു ഉത്തരമായി താങ്കൾ നേരത്തെ പറയാൻ തുടങ്ങുകയായിരുന്നു. അതിലേക്ക് വരുമ്പോൾ ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ്? ഇവിടെ കുത്തകകൾ നമ്മുടെ കർഷകരുടെ കാർഷിക മേഖല മുഴുവന് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് അത് കൈയടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഭാഗികമായ ഒരു നേരത്തെ തന്നെ ഇവിടെ ചെന്നൈയിൽ നിന്ന് സംസാരിച്ച അഗ്രി ബിസിനസ് കൺസൾട്ടൻറ്റ് ഇവിടെ പറയുകയുണ്ടായി, അത് വ്യക്തമാക്കുകയുണ്ടായി. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ കർഷകരിൽ 86% ആളുകൾക്കും 2 ഹെക്ടറിൽ താഴെ മാത്രം ഭൂമി ലാൻഡ് ഹോൾഡിംഗ് ഉള്ളവരാണ്. ഈ 86% വരുന്ന 2 ഹെക്ടറിൽ താഴെയുള്ള ആളുകളുടെ മുഴുവൻ വിലക്കെടുത്തുകൊണ്ട് ഇവിടുത്തെ കർഷകരെ മുഴുവൻ അവർ രംഗത്ത് നിന്ന് മാറ്റിക്കൊണ്ട് കുത്തകകൾ കാർഷിക മേഖല കൈയടക്കും എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് അനുസൃതമായി കാർഷിക മേഖലയുടെ സംരക്ഷണത്തിന്
നിയമം പാസ്സാക്കണമെങ്കിൽ ഇപ്പം നിലവിൽ ഒരു തടസ്സവുമില്ല. ഭരണഘടനയുടെ 33 ഷെഡ്യൂളിലെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, വ്യാപാരവുമായി ബന്ധപ്പെട്ട അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഈ ബില്ലുകൾ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതാത് സംസ്ഥാനത്തെ കർഷകരുടെ പ്രത്യേകമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സവിശേഷതയൊക്കെ വെച്ചുകൊണ്ട് അത് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് നിലവിലേക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ തുടർന്നും അതിനുള്ള എല്ലാ അവസരമുണ്ട്. അത് ആർക്കും ഒരു അടിയറവ് വെച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്റ്റിൽ വരുത്തിയ ഒരു ഭേദഗതിയുടെ സുപ്രധാനമായ ഒരു കാര്യമാണിത്. അതായത് സ്റ്റോക്ക് എടുക്കുന്നതിനുള്ള, സ്റ്റോക്ക് സൂക്ഷിക്കുന്നതിനുള്ള, അതായത് പ്രൊക്വയർമെൻറ്റ് നടത്തുന്നതിനുള്ള ഒരു അപ്പർ സെയിലിംഗ് നേരത്തെ ചില ലിമിറ്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് പൂർണ്ണമായി ഇല്ലാതാകുന്നു. അത് ഇല്ലാതാകുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും കർഷകന് തന്നെയാണ്. 2 രൂപ വിലയ്ക്ക് ഉൽപ്പാദിപ്പിച്ച തക്കാളി, 1 കിലോ തക്കാളി വിറ്റഴിക്കുക എന്ന രംഗങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ നിരവധി കർഷകരുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. അതുപോലെ കൃഷി ഉൽപ്പാദനം നടത്തിയിട്ട് അത് വിളവെടുക്കാനോ അത് കൊടുത്താലും മാർക്കറ്റിൽ വിലയില്ലാത്തത് കൊണ്ട് അത് ഉഴുതുമറിച്ച് നശിപ്പിക്കുന്ന കർഷകൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ വേദനയോടെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കർഷകരെ സംരക്ഷിക്കുന്നതിന് അതാത് സംസ്ഥാനങ്ങൾക്ക് ഇടപെടൽ നടത്തുന്നതിനുള്ള സ്പേസ് ഇപ്പോൾ ഇല്ലാതെ വന്നിട്ടില്ല. അതുകൊണ്ട് കർഷകരുടെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ ആശങ്കയില്ല എന്ന് പറയാൻ വേണ്ടിയാണത് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്റ്റിൽ ഈ സംഭരണത്തിനുള്ള സീലിംഗ് ഇനി വരിക എന്ന് പറയുന്നത് അസാധാരണമായ സാഹചര്യങ്ങൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരത്തുള്ളൂ എന്നാണ് ഈ ആക്റ്റിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ക്ഷാമം പോലെയുള്ള, നാച്ചുറൽ കലാമിറ്റി പോലെയുള്ള അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഈ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണത്തിനുള്ള ലിമിറ്റ് ഇനി ഏർപ്പെടുത്താൻ പോകുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആവശ്യത്തിന് എല്ലാവരെയും സംബന്ധിച്ച്, എല്ലാ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റോക്ക് സൂക്ഷിക്കുന്നതിനും, എന്നാൽ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്റ്റിൻ്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പൂഴ്ത്തിവെപ്പോ കരിഞ്ചന്ത ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാനും ശക്തമായ വ്യവസ്ഥകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ തരത്തിലൊരു ആശങ്കയ്ക്ക് കാര്യമില്ല. മറ്റൊരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ സംസ്ഥാനത്തെ വെയർ ഹൗസിംഗ് സംവിധാനങ്ങൾ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. അങ്ങനെ അത് നിർത്തലാക്കും. ഇനി അവരുടെ പ്രൊക്വയർമെൻറ്റ് ഉണ്ടാവില്ല. ഗവൺമെൻറ് പ്രൊക്വയർമെൻറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ഇല്ലാതാകും എന്നിവിടെയും പറഞ്ഞതായി അങ്ങനെ ഒരു സൂചനകളും ഈ ബില്ലിൽ ഇല്ലാത്തതുകൊണ്ട് കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വില ലഭിക്കാതെ വരും. അവരുടെ ലാൻഡ് ഹോൾഡിംഗ് മുഴുവൻ മറ്റൊരാളുടെ ഇടനിലക്കാരൻ്റെ കൈകളിലേക്ക് മാറ്റപ്പെടും എന്നുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് നമ്മൾ ഈയിടെ വലിയ ചർച്ച ചെയ്തതാണ്. അതായത് മേഖല സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം. നമ്മുടെ രാജ്യം അവസാന നിമിഷത്തിൽ ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് സൈൻ ചെയ്യാതെ ആ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിയപ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിരുന്നു കാർഷിക മേഖലയിൽ നമ്മുടെ രാജ്യത്ത് സമഗ്രമായ മാറ്റം കൊണ്ടുവരുന്നതിന് ഈ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ പങ്കാളിത്ത കരാറിൽ നമ്മൾ ഒപ്പുവയ്ക്കാതിരുന്നത്. അങ്ങനെ ഒപ്പുവയ്ക്കാതിരുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടാനാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വന്ന് നമ്മുടെ കർഷകർക്ക് അവരുടെ ഉപജീവനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് RCEP റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് എന്നത് നമ്മൾ ഈ അവസരത്തിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഈ ബില്ലുകൾ, ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബില്ലുകൾ, പക്ഷേ ബില്ലുകൾ ഏതെങ്കിലും തരത്തിൽ ദോഷകരമാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാവരും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കതിനെ തള്ളിക്കളയാനുമെന്ന് കഴിയുന്നില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് സംബന്ധിച്ച അഷുറൻസ് കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായി നടപ്പാക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലും ഒരു ആശങ്കയ്ക്ക് ഇതിലൂടെ അടിസ്ഥാനമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും കോവിഡിന്റെ സാഹചര്യത്തിൽ വലിയ അവസരങ്ങൾ തന്നെ കാർഷിക മേഖലയിൽ തുറക്കുകയാണ് പുതിയ ബില്ല്. അതോടൊപ്പം തന്നെ വൻകിട ഭൂ ഉടമകളായാലും ചെറുകിട കർഷകർക്കായാലും ഒരുപോലെ ഗുണം ലഭിക്കുന്ന പ്രഖ്യാപനങ്ങളുമുണ്ട്. താങ്ങുവിലയുടെ കാര്യത്തിലടക്കമുള്ള കാര്യങ്ങളിലൂടെ പങ്കുവെക്കുകയുണ്ടായി. ഒരു റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം വീണ്ടും വരാം. ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ ശേഷിയില്ലാത്ത 86% വരുന്ന ചെറുകിട കർഷകരെ സഹായിക്കുന്നതാണ് ശാക്തീകരണവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ ബില്ല്. മൊത്തക്കച്ചവടക്കാർ, കയറ്റുമതിക്കാർ, സംസ്കരണം നേരിട്ട് നടത്തുന്നവർ തുടങ്ങിയ വൻകിടക്കാരുമായി വിളവെടുപ്പിന് മുൻപേ കരാറിൽ ഏർപ്പെടാൻ ഈ ബില്ല് കർഷകനെ പ്രാപ്തനാക്കുന്നു.
വിപണിയിലെ അനിശ്ചിതത്വം എന്ന ആശങ്ക കർഷകന്റെ ചുമലിൽ നിന്നും സ്പോൺസറിന്റെ ചുമലിലേക്ക് മാറുന്നു. മുൻപേ വില ഉറപ്പാക്കുന്നതിനാൽ പിന്നീട് വില തകർച്ച ഉണ്ടായാൽ പോലും അത് കർഷകനെ ബാധിക്കില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യ ആർജിക്കാൻ ഈ നിയമം കർഷകരെ പ്രാപ്തരാക്കുന്നു. മികച്ച വിത്തിനങ്ങളും മറ്റും ലഭിക്കുന്നു. മാർക്കറ്റിംഗ് ചിലവുകൾ കുറയുന്നു. മെച്ചപ്പെട്ട തർക്കപരിഹാരം സമയബന്ധിതമായി ലഭിക്കുന്നു. തുടങ്ങിയവയെല്ലാം ഈ നിയമത്തിന്റെ നേട്ടങ്ങളാണ്. കരാറിൽ ഏർപ്പെടുന്നതോടെ കർഷകൻ സമ്മർദ്ദത്തിലാവുമെന്നും വില നിശ്ചയിക്കാൻ കഴിയാതെ വരുമെന്നുമുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുന്നു. സ്വന്തം ഉൽപ്പന്നത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം വില നിശ്ചയിക്കാനുള്ള എല്ലാ അധികാരവും കർഷകന് ലഭിക്കുമെന്നും പരമാവധി 3 ദിവസത്തിനുള്ളിൽ പണം കയ്യിൽ ലഭിക്കുമെന്നതും കർഷകന് നേട്ടമാണെന്നും ഗവൺമെന്റ് വിശദീകരിക്കുന്നു. ചെറുകിട കർഷകർക്ക് കരാർ കൃഷി സാധ്യമാകുമോ എന്നും പുതിയ സമ്പ്രദായം കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്ന സംശയങ്ങൾക്കും ഗവൺമെന്റ് വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്. വ്യവഹാരങ്ങൾക്ക് പരിഹാരം കാണാൻ തദ്ദേശ തർക്ക പരിഹാര സംവിധാനങ്ങൾ ഒരുക്കുമെന്നും ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. കർഷകർക്കും ഉപഭോക്താക്കൾക്കും വിലസ്ഥിരത നൽകാനും കാർഷികോൽപ്പന്നങ്ങൾ പാഴായി പോകുന്ന അവസ്ഥ ഒഴിവാക്കുവാനും മത്സരോത്സുക വിപണി സാഹചര്യം സൃഷ്ടിക്കാനും പുതിയ ബില്ലിലൂടെ സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ചെന്നൈയിൽ മീര നായരിലേക്ക് പോകുമ്പോൾ ശ്രീമതി മീര നായർ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കോൺട്രാക്ട് ഫാമിംഗിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു ആരോഗ്യകരമായ മത്സരം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നു. മികച്ച ഉൽപ്പന്നങ്ങൾ, നല്ല വിപണി, കൃത്യമായ ഒരു ലാഭം, അതോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ആ നഷ്ടം കർഷകർ സഹിക്കുകയും വേണ്ട. തർക്കപരിഹാരത്തിന് കൃത്യമായ സംവിധാനം, ഇതൊരു വലിയ കൃത്യമായൊരു വ്യവസ്ഥയാണ്. ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് മുന്നോട്ടുള്ള യാത്രയിൽ എത്രത്തോളം ഗുണകരമാകും? ഓക്കെ, ഈ ഫാം ബിൽസ് 2020 പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട് ഫാമിംഗ് പ്രകാരം ഉള്ള ലീഗൽ ഫ്രെയിംവർക്ക് എൻറ്റയർലി നമ്മളുടെ കർഷകർക്ക് വേണ്ടിയുള്ളതാണ്. ഇൻഫാക്ട് any complaints arising out of disputes will be settled at the sub-magistrate level in the local area itself. If there are any disputes between the producer or the corporation, the farmer will only have to pay a penalty. Farmer inde bhoomi ee corporation eduthu maatan pattugayilla. So these the farm bills which are talking about contract farming is completely favorable towards the farmers. Now, even if we assume that bigger corporates will come and they will form contract farming, even in that case, there will be economies of scale. Kore farmers koodite nalla inputs kittum, nalla fertilizers, agrochemicals okke kittum. Ipo idokke undavumbol the productivity of the farm will also increase. They will also get better market price. So price risk of the farmer or the market risk of the farmer will be removed in states where contract farming is likely to happen. But in a state like Kerala, contract farming is unlikely to happen. We have all seen that in 1991, the economy was liberalized. Economy liberalized ചെയ്തതിന്റെ ശേഷം എത്ര മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ആണ് കേരളത്തിൽ വന്നിട്ടുള്ളത്? എത്ര പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്? മൾട്ടിനാഷണൽ കമ്പനീസ് ലൈക്ക് പെപ്സി ഹാവ് ഓൾറെഡി ഗോൺ ബാഡ്. അങ്ങനത്തെ വ്യവസ്ഥ ഉള്ളപ്പോൾ do you really think that big corporations will be able to come and take over the agricultural sector in Kerala? ഇത് അനാവശ്യമായിട്ടുള്ള പേടികൾ കർഷകരുടെ മേലോ ഉണ്ടാക്കുന്നതാണ് നടക്കുന്നത്. So that is not at all justified. തീർച്ചയായും ഡോക്ടർ പ്രേമ, അഭ്യസ്തവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാർ ഒരുപക്ഷെ കാർഷിക മേഖല ഇനി ലക്ഷ്യമിട്ട് വരാനുള്ള ഒരു സാധ്യത കൂടി, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് നേരത്തെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റിന്റെ കാര്യം പറയുകയുണ്ടായി. ചക്ക അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വിശാലമായ സാധ്യത എന്തെന്നും ഈ പ്രതിസന്ധി കാലം നമുക്ക് കാണിച്ചു തന്നു. നിരവധി പേർ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ 3.4% എന്ന കാർഷിക മേഖലയിലെ വളർച്ച, എല്ലാ പ്രതിസന്ധിയിലും ഇടയിലെ ആ പ്രതീക്ഷ മാത്രം പോരെ ഒരുപക്ഷെ ഈ ഒരു ബില്ലുമായി ചേർത്ത് വായിച്ച് മുന്നോട്ട് പോകാൻ? ഡോക്ടർ പ്രേമ. ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാർഷിക മാർക്കറ്റ് APMC ബില്ലിന് കേരളത്തിൽ സച്ച് വലിയ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇല്ല. കാരണം നമ്മുടെ വിളകൾ അങ്ങനത്തതാണ്. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ച കോൺട്രാക്ട് ഫാമിങ്ങിൻ്റെ കാര്യങ്ങളിലും ഞാനത് കേരളത്തിന് മാത്രം
ലക്ഷ്യം മുൻനിർത്തി പറയുന്നതല്ല. മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ, മറ്റ് കർഷകരെ നോക്കുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസത്തിലൊക്കെ തന്നെയും ഒരുപാട് ആംബിഗിറ്റി, ഇതിനകത്ത് ഒരുപാട് മെച്ചങ്ങളുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ തന്നെ ആംബിഗിറ്റി ഉണ്ട്, ക്ലാരിഫിക്കേഷൻസ് ഒരുപാടുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ സമയം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നതും അതല്ലാതെ തന്നെ ഒരു നിയമപരീക്ഷ കൊടുക്കുന്ന വ്യത്യാസമാണ്. കർഷകന് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് മാറിപ്പോവുക എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെയും അതൊക്കെ നമുക്ക് കൃത്യമായി നിർവചിച്ചാൽ മാത്രമേ അത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമുക്ക് ഒരുപാട് സാധ്യതകൾ ഈ കേരളം പ്രത്യേകിച്ചും ഹോർട്ടിക്കൾച്ചർ ക്രോപ്പുകളുടെ ഒരു പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടുള്ള വിളകൾ. അപ്പം ഈ വിളകളിൽ നമ്മൾ സാധാരണയായി നമ്മൾ റോ ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസംഷൻ വരുന്നത്. അതിൽ നിന്ന് മാറി നമുക്ക് ഇതൊരു കുറച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കണം. അതേസമയം ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന ഒരു ഭക്ഷ്യ സംസ്കാരം നമുക്കില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഉൽപ്പന്നം കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ സപ്ലൈ ചെയിൻസ് ആസ് സച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനാണ് നമ്മൾ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടേഴ്സിനെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ആ കോപ്പറേറ്റീവ് ബാങ്കുകൾ ആ ശൃംഖല വഴി അതിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ആ ശൃംഖല വഴി നമുക്ക് നമ്മുടെ പഴം പച്ചക്കറികൾ നമ്മുടെ കർഷകർക്ക്, അതുമാത്രമല്ല നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ ജീവനി പദ്ധതിയും ഒക്കെ തന്നെയും കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ നടക്കുന്ന പദ്ധതികളാണ്. അതുപോലെ തന്നെ ഹരിത കേരളത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് പദ്ധതികൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഈ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അധികം വരുന്ന ഉൽപ്പന്നം നമുക്ക് സംസ്കരിച്ച് നമ്മുടെ സംഭരണ അല്ലെങ്കിൽ ഫുഡ് സപ്ലൈ ചെയിനിൽ വഴി നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയും നടത്തേണ്ടതാണ്. അഗ്രി ബിസിനസ് കൺസോർഷ്യം എന്ന് പറഞ്ഞ രീതിയിലും അതുപോലെ അഗ്രി പ്രോസസ്സിങ്ങിനുള്ള സംവിധാനങ്ങൾ, ഇൻക്യുബേറ്റേഴ്സ് ഒക്കെ തന്നെയും കാർഷിക സർവകലാശാലയിലും മറ്റു പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ തന്നെയും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നും അതിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കാർഷിക സർവകലാശാലയിലുള്ള റാബി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് നമുക്ക് തൃശ്ശൂരുണ്ട്. ആ തൃശ്ശൂരുള്ള ഇൻക്യുബേറ്ററിൽ കൂടി ഞങ്ങളുടെ ഇപ്പോഴത്തെ 2ാമത്തെ ബാച്ച് ട്രെയിനിങ് നടക്കുകയാണ്. ഇതൊക്കെ തന്നെയും നമ്മുടെ കേരളത്തിലെ യുവാക്കളെയും അതുപോലെ കേരളത്തിലെ ജനങ്ങളെയും കൂടുതൽ നമ്മുടെ കൃഷിയിലേക്കും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക് നിർത്താനും വരുമാനം ലൈവ്ലിഹുഡ് കണ്ടെത്തുന്നതിനും സഹായിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ മെഹബൂബ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിംഗ് സാഹചര്യങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉടൻ ഉണ്ടാകും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ താങ്കൾ എങ്ങനെ കാണുന്നു? മാർക്കറ്റിംഗ് സാഹചര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇതുപോലുള്ള നല്ല പല ആളുകളും വന്ന് കൂടുതൽ കൃഷി പ്രൊമോട്ട് ചെയ്ത് കൃഷി കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതായത് ഒരു ഗ്രൂപ്പ് ഫാമിംഗുമായി തന്നെ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് വന്നാലും വളരെ നല്ല കാര്യമായിരിക്കും. അതുകൊണ്ട് കർഷകർക്ക് അതിൻ്റെ വിലയും കിട്ടും, അതിൻ്റെ മൂല്യവും കിട്ടും, കൺസ്യൂമറിന് അധികം വില കൊടുക്കാണ്ടിരിക്കുകയും ചെയ്യാം. കൂടാതെ മാർക്കറ്റിംഗ് ഒരു സൊസൈറ്റി മാതിരി ഉണ്ടാകുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് വരും. ആ രീതിയിൽ അങ്ങ് പോകുമ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ സുരക്ഷ പറയുന്ന പോലെ ആ വിലകളൊക്കെ ഒരു സ്റ്റഡിയായി നിൽക്കും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ നല്ല കാര്യങ്ങളായിട്ടാണ് ഈ സിസ്റ്റം അങ്ങനെ പോവുക. ഈ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് കൂടി വരുമ്പോൾ ഇതിൽ കൂടി ഗ്രൂപ്പ് മാർക്കറ്റിംഗ് കൂടി ഇതിലേക്ക് ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീമതി മീര നായർ, ഈ വെല്ലുവിളിയുടെ സാഹചര്യത്തിലും ഈ ഒരു സാഹചര്യം മുൻനിർത്തി എങ്ങനെ ഇതിനെ അവസരമാക്കി മാറ്റണം? APMC ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പ്രൈവറ്റ് ഈ പ്രൈവറ്റ് ഇൻട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് വന്നിട്ട് ഇന്റർ ഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് people can trade either on the private e-trading platform or അവർക്ക് വന്നിട്ട് e-NAM പ്ലാറ്റ്ഫോമിലും ട്രേഡ് ചെയ്യാം. അതിന് വന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് ഇന്റർ ഓപ്പറബിലിറ്റി ബിറ്റ്വീൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇന്റർ ഓപ്പറബിലിറ്റി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമേഴ്സ് സിറ്റിംഗ് ഇൻ എനി പാർട്ട് ഓഫ് ദ കൺട്രി, ഏത് സ്ഥലത്ത് ഇരിക്കുന്ന കർഷകർക്കും വേറെ ഒരു സ്ഥലത്തുള്ള കർഷകരുടെ അടുത്തേക്കോ അല്ല ബയർക്കോ അവരുടെ ഉത്പാദനങ്ങൾ വിൽപ്പന ചെയ്യാൻ പറ്റും.
So they will be able to get better price for their product. So basically, ഈ ഫാർം ബിൽസിനെ കൊണ്ട് മാർക്കറ്റ്സ് ഒക്കെ തുറക്കുകയാണ് ഉണ്ടായിരുന്നത്. Now because of this, even private investment in agriculture will come up. Now when this comes up, നമ്മളുടെ കേരളത്തിൽ മാത്രമല്ല, പക്ഷെ എൻറ്റയർ കൺട്രിയിലുള്ള പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് വിൽ കം ഡൗൺ. അപ്പം ഇലക്ട്രോണിക് നെഗോഷ്യബിൾ വെയർ ഹൗസ് റെസീറ്റ്സ് മാതിരിയുള്ള പല ന്യൂ തിങ്സ് വിൽ സ്റ്റാർട്ട് കമ്മിങ് ഇൻ ടു പിക്ചർ. സോ ഈവൻ തീർച്ചയായും അഡ്വക്കേറ്റ് കമലാസനൻ കാര്യമായിട്ട് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് കർഷകർക്ക് ഒരുപാട് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. കർഷകരോടായി അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിനോടായി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് പറയാനുള്ളത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പരാമർശിക്കാതെ പോയത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒന്ന്, ആധുനികമായ സാങ്കേതികവിദ്യയുടെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വികാസത്തിൻ്റെ ഗുണം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ലഭിക്കേണ്ടതല്ലേ? അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് സാങ്കേതികവിദ്യയുടെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള പുരോഗതി ഉപയോഗിച്ച് കാർഷിക വൃത്തിയെ അഭിവൃദ്ധിപ്പെടുത്തണമെങ്കിൽ ഈ ട്രേഡ് ബാരിയർ അത്യാവശ്യമായി നീങ്ങേണ്ടതുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, വ്യാവസായിക രംഗത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും അവർക്ക് ഇഷ്ടമുള്ളിടത്ത് വിൽക്കാം, കയറ്റുമതി ചെയ്യാം, യാതൊരു തടസ്സവുമില്ല. കാർഷിക രംഗത്തേക്ക് വരുമ്പോൾ വ്യത്യസ്തമായൊരു സ്റ്റാൻഡേർഡ് നമ്മൾ എടുക്കുകയാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ ആ സാധനത്തിന് അയാൾക്ക് നിശ്ചയിക്കുന്നത് പോലെ, അയാൾ വില നിശ്ചയിക്കുന്നത് പോലെ നിശ്ചയിച്ച് അത് കയറ്റുമതി ചെയ്യണമെങ്കിൽ പോലും അവസരങ്ങളുള്ളപ്പോൾ കർഷകന് അത് നേരിട്ട് നടത്തുന്നതിന് എന്തുകൊണ്ടാണ് നിഷേധിക്കപ്പെടുന്നത് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഈ ബില്ലിലൂടെ നമ്മളിപ്പോൾ ഉത്തരം കണ്ടുപിടിച്ചിട്ടുള്ളത്. സാങ്കേതികവിദ്യയുടെ ആധുനികമായ സാങ്കേതികവിദ്യയുടെ പ്രയോജനം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ഈ ബില്ലിൽ വന്ന പരിഷ്കാരത്തിലൂടെ സാധിക്കും. ഒരു വ്യവസായി ചെയ്യുന്നത് പോലെ കർഷകന് സ്വന്തമായി അദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊമേഴ്സ് വഴി പോലും അദ്ദേഹത്തിന് അത് വിൽപ്പന നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ 60% കൃഷിയെ ആശ്രയിച്ച്, അതിന് പരോക്ഷമായോ പ്രത്യക്ഷമായോ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്ത് സുപ്രധാനമായ ഒരു ചുവടുവയ്പായി തന്നെ അതുകൊണ്ട് നമ്മൾ കാർഷിക മേഖലയിലെ ഈ പരിഷ്കാരത്തെ കാണേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള എതിർപ്പുകളുടെ ഒരു അടിസ്ഥാന കാരണം നമുക്ക് കാണാൻ പറ്റുന്നത്, സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക ബില്ല് വരുമ്പോൾ കർഷകർക്ക് കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നതിന് അധിക വിഭവം കണ്ടെത്തേണ്ടി വരുമോ, കിട്ടിക്കൊണ്ടിരിക്കുന്ന റവന്യൂവിൽ എന്തെങ്കിലും കുറവ് വരുമോ എന്നുള്ള ഒരു ആശങ്ക വിവിധ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് ഹരിയാനയും പഞ്ചാബും ആ രണ്ട് സംസ്ഥാനങ്ങൾ എടുത്താൽ നമ്മുടെ രാജ്യത്തെ ഫുഡ് ഗ്രെയിൻസ് എന്ന ഭക്ഷ്യ ധാന്യങ്ങളുടെ കാര്യത്തിൽ ഒരു ഏകദേശം ഒരു 3/4 ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതിൻ്റെ ഉൽപ്പാദനം വരിക. പ്രതിവർഷം 7000 കോടിക്കടുത്ത രൂപയാണ് അവിടുത്തെ APMCകൾ വഴി ഈ ഗവൺമെൻറ്റുകൾക്ക് അവിടുത്തെ വിവിധ സെസ്സുകളായിട്ട് APMC മറ്റ് നികുതികളായിട്ട് തറവാടക ഇനത്തിലൊക്കെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രീ ട്രേഡ് വരുമ്പോൾ APMCകൾ അപ്രസക്തമാകുമ്പോൾ ഇതെല്ലാം നിന്നു പോകുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ഇടനിലക്കാരുടെ ഒരു നിലയിൽ ശക്തമായി വന്നിട്ടുള്ള ലൈസൻസുകളുണ്ട്. ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് പാൻ കാർഡുള്ള ഏതൊരാളിനും ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ലൈസൻസുകൾക്കും ചെയ്യാം. പാൻ കാർഡ് മാത്രം ഉണ്ടായാൽ മതി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിന് നിയമപരമായ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുന്നു, അവർക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപിതമായി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് വരുന്ന മാറ്റം ഉണ്ടാക്കുന്ന ആശങ്കയാണ് ഈ എതിർപ്പിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണമായി എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വ്യക്തമാണ് സാർ. സുപ്രധാനമായ കാർഷിക ബില്ലുകളിലൂടെ നല്ല വെള്ളവും വളക്കൂറുള്ള മണ്ണും തന്നെയാണ് നമ്മുടെ നാട് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഇനി മുന്നോട്ട് പോയാൽ മാത്രം മതി. ഏതായാലും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കമലാസനൻ കാര്യാട്ട്, ശ്രീമതി മീര നായർ, ഡോക്ടർ എ പ്രേമ, ഒപ്പം ശ്രീ മെഹബൂബ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കോവിഡ് പ്രതിസന്ധിക്കിടയിലും കാർഷിക മേഖലയുടെ വളർച്ച നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. സ്വയം പര്യാപ്തതയിലേക്ക് വീണ്ടും നമ്മൾ കുതിക്കട്ടെ. അതിൽ ഏറ്റവും ഒരു ഉദാഹരണമായി പറയാനുള്ളത് തിരുനെല്ലി പഞ്ചായത്തിലെ ജോൺസന്റെ നെൽകൃഷിയുടെ ആ ഒരു പാഠവും സന്ദേശവും തന്നെയാണ്.
തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശേരി കാക്കവയലിൽ 2 ഏക്കർ സ്ഥലത്താണ് 28 പാരമ്പര്യ നെൽവിത്തുകൾ ഉപയോഗിച്ച് ജോൺസന്റെ നെൽകൃഷി. ഉത്തരേന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന നാസർബാദ്, കാക്കിശാല, കാളാബാത്ത് എന്നീ വിത്തുകൾ ഉപയോഗിച്ചാണ് ജോൺസൺ വയലിൽ പ്രതീക്ഷയുടെ ദീപനാളം തീർത്തിരിക്കുന്നത്. ദീപനാളത്തിന് നടുവിൽ നെൽച്ചെടികൾ കൊണ്ട് മനോഹരമായൊരു പുഷ്പവും തീർത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത്തം നാളിൽ വയലിൽ പൂക്കളമായിരുന്നു ഒരുക്കിയതെങ്കിൽ ഇത്തവണ കോവിഡിനെ എങ്ങനെ അതിജീവിക്കാമെന്ന സന്ദേശം പകർന്നു നൽകുന്ന പ്രതീക്ഷയുടെ ദീപനാളമാണ് ഒരുക്കിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ജില്ലയിൽ സുലഭമായിരുന്നതും ഇന്ന് അപൂർവമായി കൊണ്ടിരിക്കുന്നതുമായ പാരമ്പര്യ നെൽവിത്തുകളും ജോൺസൺ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലമാണല്ലോ, എല്ലാവരും നിരാശപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കർഷകരുടെ അവസ്ഥയ്ക്കും വല്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അതിനെ നമുക്ക് പ്രതിരോധിക്കണം. അപ്പോൾ ഈ ദീപനാളം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ഈ ആർട്ടിൻ്റെ മനസ്സിലുദ്ദേശിച്ചപ്പോൾ ഒരു പ്രത്യാശയുടെ പ്രതീകമാണ്. ഈ പ്രത്യാശയുടെ പ്രതീകം ഈ കാലത്ത് വളരെ ആവശ്യമാണ്. കാരണം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കൃഷിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വലിയൊരു പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ. ഈ നെൽച്ചെടികൾ പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ ഇവയുടെ നിറം മാറിമറിയും. കോവിഡിനെ തുടർന്ന് ദുരിതത്തിലായ കർഷകർക്ക് കൃഷിയിലേക്ക് തിരിച്ചു വരുവാനുള്ള വെളിച്ചം പകർന്നു നൽകുകയാണ് പാഡി ആർട്ടിലൂടെ ജോൺസൺ എന്ന കർഷകൻ.